എത്ര പേർക്ക് താല്പര്യമുണ്ട് പിതാവ് ഒരുക്കിയിരിക്കുന്നത്? എന്താ പിതാവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നേ? എന്താ ഒരുക്കിയിരിക്കുന്നേ? ദൈവരാജ്യം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അത് പ്രാപിക്കുവാൻ നമ്മളോട് എന്ത് ചെയ്യാനാ പറഞ്ഞേ? ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. ഗ്ലോറി. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടോ? ഇടുക്കുവാതിൽ എന്ന് പറഞ്ഞാൽ ആ ഇടുക്കുവാതിൽ എന്ന് പറയുമ്പോൾ തന്നെ പ്രയാസമാണ്. നമുക്കതിലൂടെ കടക്കാൻ താല്പര്യമുണ്ടോ? നമുക്ക് സാധാരണ ഇതിലൂടെ കടക്കാനാ താല്പര്യം? എളുപ്പം കാര്യം നടക്കണ പോകാനല്ലേ താല്പര്യം. അതുകൊണ്ട് ഒരു ഇടുക്കുവാതിൽ ഇവിടെയുണ്ട്, ഒരു വലിയ വിശാലമായ വാതിലുണ്ടെങ്കിൽ നമ്മൾ ഏതിലൂടെ പോകത്തുള്ളൂ? വിശാലമായതിലൂടെ പോകത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. മണ്ടന്മാര് മാത്രമേ അങ്ങനെ പോകത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കാരണം കർത്താവ് യേശുക്രിസ്തു പറയുക, ആ വിശാലമായ വാതിൽ അല്ലെങ്കിൽ വഴി അതിന്റെ അവസാനം നാശമാണ്. ഇടുക്കുവാതിലിന്റെ അവസാനം നിത്യജീവന. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മളുടെ മനസ്സ്, നമ്മളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ വിഷനാണ്. ലോകത്തിന്റെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനിക്കാതെ എനിക്ക് കിട്ടണം. മനസ്സിലായോ? എളുപ്പ വഴിയിൽ എന്തും കിട്ടുവാണെങ്കിൽ എനിക്ക് നല്ല താല്പര്യമാണ്. ഏമേ. പിന്നെ എന്റെ ബോഡിക്ക് ഇച്ചിരി കൂടി കംഫർട്ടാണ് ഞാൻ അന്വേഷിക്കുന്നത്, ദൈവരാജ്യമൊന്നും അല്ല. അന്ന് ആദ്യം സമ്മതിക്കണം. ഇല്ലേ? സത്യം സമ്മതിക്കണതിന് എന്താ ബുദ്ധിമുട്ട്? എന്റെ ബോഡിക്ക് ഇച്ചിരി കൂടി കംഫർട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാണ്ട് ദൈവരാജ്യമൊന്നും അല്ല ഞാൻ അന്വേഷിക്കുന്നത്. പിന്നെ പാസ്റ്റർ അങ്ങനെ പറഞ്ഞു കേട്ടു, അങ്ങനെ ഒരു ദൈവരാജ്യം ഉണ്ടെങ്കിൽ കിട്ടിയാലും കുഴപ്പമൊന്നും ഇല്ല. ശരിയല്ലേ? പക്ഷെ ഞാൻ വരുന്നത് എന്തിനാ? സത്യമായിട്ട് അകത്തോട്ട് നമ്മോട് തന്നെ ചോദിക്കുക, ഞാൻ വരുന്നത് എന്തിനാ? എന്റെ ജോലിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്, എനിക്ക് സാമ്പത്തികമായിട്ട് ഇത്ര ബുദ്ധിമുട്ടുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്. ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നത് ഇതിനു വേണ്ടിയാ. ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നത് ദൈവരാജ്യം കിട്ടാനൊന്നും വേണ്ടിയല്ല. ആമേൻ. ഇത് ആദ്യം തന്നെ അങ്ങ് സമ്മതിക്കണം. കർത്താവേ, ഇതെന്റെ കുഴപ്പമാ. അപ്പൊ കർത്താവ് പറയും, എന്റെ മോളെ, എന്റെ മോനെ, നീ ഇത് സമ്മതിച്ചല്ലോ. ഇത് സമ്മതിക്കാത്ത ഈ കോടിക്കണക്കിന് വിശ്വാസികളെ കൊണ്ട് ഞാൻ കാത്തിരിക്കുക. കർത്താവ് പറയുന്നത്, നിന്റെ കുറവുകൾ നീ സമ്മതിക്കേ, ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം. ആമേൻ. നിന്റെ കുറവ് നീ സമ്മതിക്കേ. കർത്താവോട് പറ, കർത്താവേ, എത്ര ശ്രമിച്ചിട്ട് എനിക്ക് ഈ ദൈവരാജ്യം അന്വേഷിക്കാനൊന്നും പറ്റണില്ല. ഞാൻ എന്റെ രാജ്യം വലുതാക്കണം എങ്ങനെയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇല്ലേ? യഥാർത്ഥ കാര്യം അതല്ലേ? ഇല്ലേ? എന്റെ രാജ്യം ഒന്നും കൂടി വലുതാക്കണം. കർത്താവ് പറയുന്നു, നീ ദൈവരാജ്യം അന്വേഷിക്കാൻ. ആമേൻ. അപ്പൊ പ്രിയരെ, ദൈവരാജ്യം അന്വേഷിക്കണമെങ്കിൽ അതിനൊരു വിലയൊക്കെ ഉണ്ട്. ആ വില നാം കൊടുക്കാൻ തയ്യാറാകണം. എങ്കിലേ നമുക്ക് ദൈവരാജ്യം അന്വേഷിക്കാനും ജീവനിൽ കടക്കാനൊക്കെ പറ്റും. പക്ഷേ നമ്മളിന്ന് ആര് ഭരിക്കുന്ന ലോകത്താ ജീവിക്കണേ? പിശാച് ഭരിക്കുന്ന ലോകത്തെ ജീവിക്കണേ. പിശാചിന്റെ കയ്യിൽ നിന്ന് നമുക്കെതിരെ എത്ര ആയുധങ്ങളുണ്ട്? ഒരാളെങ്കിലും പറഞ്ഞേ. പ്രൈസ് ഗോഡ്. പിശാചിനെതിരെ പിശാചിന് നമുക്കെതിരെ ഒരായുധവും ഇല്ല. പിന്നെ എന്താ ഉള്ളൂ? ആ തന്ത്രങ്ങളെ അവന്റെ കയ്യില് ഉള്ളൂ. അപ്പൊ ഈ തന്ത്രം എന്ന് പറയുന്നത് എപ്പോഴാ മനസ്സിലാകുന്നേ? തന്ത്രം സാധാരണ എപ്പോഴാ മനസ്സിലാകുക? വീണ് കഴിഞ്ഞിട്ടേ തന്ത്രമാണെന്ന് മനസ്സിലാവത്തുള്ളൂ. ആ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിലെ ജനവും ദൈവദാസന്മാരും എവിടെ വച്ച സംഭവം പിടുത്തം കിട്ടിയേ?
യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെച്ചാണ് സംഭവം പിടുത്തം കിട്ടുന്നത്. ഇവരുടെ ചിന്തയിലെ യേശു രക്ഷിതാവായി സ്വീകരിച്ചു ഒരു കൂട്ടം ജനം. അല്ലാത്ത ചിന്തയിലെ, ശ്രദ്ധിച്ചാട്ടെ, അല്ലാത്ത ചിന്ത എന്ന് പറയുന്നത്, ഈ ഫാൻ കട സൗണ്ട് ഒട്ടാ, അല്ലാത്തവരുടെ ചിന്തയിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മൾ എന്തായി? വലിയ ആത്മീയർ ആയി. നമ്മളുടെ ഉപവാസം 21-40 എന്തിനു വേണ്ടിയാ? കൂടുതലും ഈ ശുശ്രൂഷ പ്രാപിച്ചെടുക്കാൻ വേണ്ടിയല്ല കൂടുതലും ചെയ്യണേ. ഹല്ലേലൂയ. നമ്മളുടെ ചിന്തയിൽ ആത്മീയർ എന്ന് പറഞ്ഞാൽ ആരാ? ഇങ്ങനെ ചെയ്യുന്നവരല്ലേ? അല്ലേ? അപ്പൊ നമ്മൾ ഏത് തലത്തിലേക്ക് ഉയരാൻ ആഗ്രഹിക്കണേ? ഈ തലത്തിലേക്ക് ഉയരാൻ വേണ്ടി ആഗ്രഹിക്കണേ. ആമേൻ. പക്ഷെ അവർക്കെന്ത് പറ്റി? വേരാതി കയറിയോ? കണ്ടോ, ഇതൊക്കെ ഗുണം നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റണേ? നമ്മള് തുടക്കത്തിലും തുടങ്ങാതെ അവസാനത്തും തുടങ്ങിയതുകൊണ്ടാ. ഗേറ്റിൽ നിന്ന് ആരംഭിച്ചത് കൊണ്ടാ. ഗേറ്റിൽ നിന്നാ പുറകിലോട്ട് വരണേ. മനസ്സിലായോ? ഈ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബിസിനസ് തുടങ്ങുന്നതിൽ 100 പേര് ബിസിനസ് തുടങ്ങിയാൽ 90 പേരും പരാജിതരാണ്. അതാണ് കണക്ക്, ആവറേജ് കണക്ക്. കാരണം എന്താണെന്നറിയാമോ? അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ 90 പേര് ആരംഭത്തിൽ തന്നെ ആരംഭിക്കുക. 10%, ഏകദേശം 10% അവസാനത്തിൽ നിന്ന് ആരംഭിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താ അവസാനത്തിൽ നിന്ന് ആരംഭിക്കുക എന്ന് വെച്ചാൽ? ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചെടുത്തോ. കൺസൾട്ടേറ്റീവ് ഫീ ഒന്നും വേണ്ട. ഗ്ലോറി. അവസാനത്തിൽ നിന്ന് ആരംഭിക്കണം. ഇത് ദൈവത്തിന്റെ രീതിയാണ്. അവർ ചിന്തിക്കുകയാ, എനിക്ക് ഒരു വർഷം 10 മില്യൺ ടേൺ ഓവർ നടക്കണം, അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റ് വേണം, 1 മില്യൺ പ്രോഫിറ്റ് വേണം. അവരാദ്യം അവസാനം കൊണ്ടങ്ങ് ഫിക്സ് ചെയ്യും 1 മില്യൺ പ്രോഫിറ്റ്. എന്നിട്ട് അതിന്റെ തൊട്ട് പുറകിൽ 1 മില്യൺ പ്രോഫിറ്റ് വേണമെങ്കിൽ, ഒരു 10% പ്രോഫിറ്റ് ആണെങ്കിൽ ടേൺ ഓവർ എനിക്കൊരു 10 മില്യൺ ടേൺ ഓവർ വേണം. ആമേൻ. അപ്പൊ അവസാനത്തിൽ നിന്ന് 1 മില്യൺ പ്രോഫിറ്റിന് 10 മില്യൺ ടേൺ ഓവർ. തുടർന്ന് ഈ 10 മില്യൺ ടേൺ ഓവർ നടക്കണമെങ്കിൽ എനിക്ക് ഇത്രമാത്രം പ്രൊഡക്ഷൻ എന്റെ കമ്പനിയിൽ നിന്ന് ഉണ്ടാകണം. അപ്പൊ അവര് അതിനുശേഷം പ്രൊഡക്ഷൻ ഫിറ്റ് ചെയ്യും. അപ്പൊ ഇത്രമാത്രം പ്രൊഡക്ഷൻ വേണമെങ്കിൽ അത്ര കാര്യങ്ങൾ പ്രൊഡക്ഷൻ നടത്തിയെടുക്കുവാൻ എനിക്ക് ഇത്രമാത്രം മെഷീൻ ആവശ്യമാണ്, മിഷനറികൾ ആവശ്യമാണ്. ഇനി തുടർന്ന് ഇത്ര മെഷീൻ പ്രവർത്തിപ്പിക്കണമെങ്കിൽ എനിക്ക് ഇത്ര എംപ്ലോയി സ്റ്റാഫുകൾ ആവശ്യമാണ്. ആമേൻ. ഇത്ര സ്റ്റാഫുകൾ ആവശ്യമാണ് എങ്കിൽ അതനുസരിച്ചുള്ള ഒരു ഗ്രൗണ്ട് വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ എനിക്ക് ഉണ്ടോ എന്ന് അവരാദ്യം ആലോചിക്കും. മനസ്സിലായോ? എന്നിട്ട് അത് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യൂ? തുടങ്ങും. മനസ്സിലായോ സഹോദരങ്ങളെ? ഹല്ലേലൂയ. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യില്ല? തുടങ്ങത്തില്ല. ഇത് ചെയ്യാത്തവനെന്ത് ചെയ്യും? ചാടിക്കേറി അങ്ങാ തുടങ്ങും. ദേ ഇതുപോലെ അവസാനം ഇടയ്ക്ക് വെച്ച് പൊട്ടും. ആമേൻ. ഇത്രയും ദൈവദാസന്മാരും വിശ്വാസികളും പൊട്ടിയത് കണ്ട കർത്താവ് യേശു ക്രിസ്തുവിന്റെ സിംഹാസന ഗേറ്റിൽ വെച്ച്? മനസ്സിലായോ? പൊട്ടിയത് കണ്ടോ? ഹല്ലേലൂയ. ഗ്ലോറി. ഞങ്ങൾ കർത്താവ് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ, പറഞ്ഞത് ഞങ്ങൾ ചെയ്യുമായിരുന്നല്ലോ. ആരാ പറഞ്ഞില്ല എന്ന്? കർത്താവ് വളരെ വ്യക്തമായിട്ടും തറപ്പിച്ചും ഉറപ്പിച്ചും പറഞ്ഞു, മകനെ, നീ ഒരു ഭവനം പണിയാൻ ഇച്ഛിച്ചാൽ ആദ്യം അത് അവസാനിപ്പിക്കേ, എന്നിട്ട് തുടങ്ങുക. പറഞ്ഞില്ലേ? ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷമാ. നീ ഒരു ഭവനം പണിയാൻ ഇച്ഛിച്ചാൽ ആദ്യം നിനക്കത് തീർക്കുവാൻ വകയുണ്ടോ എന്ന് നീ അന്വേഷിക്കേ. ആമേൻ. എന്നിട്ട് അത് ഉണ്ടെങ്കിൽ നീ തുടങ്ങിയാ മതി. മനസ്സിലായോ? ഹല്ലേലൂയ. അതിന്റെ അർത്ഥം അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് ആദ്യം നീ ചെക്ക് ചെയ്യേ. അതായത് അവസാനത്തിൽ നീ ആരംഭിക്കേ, എന്നിട്ട് തുടങ്ങിയാ മതി. ഇത് എന്തിനെ കുറിച്ചാ പറഞ്ഞെന്നറിയാമോ? വീട് പണിയുന്ന കാര്യത്തെ കുറിച്ചല്ല പറഞ്ഞേ. നീ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചില്ലേ, ഒരിക്കൽ കൈവക്കി ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞില്ലേ? അന്ന് ചിന്തിക്കേണ്ട കാര്യമാണിത്. ഇത് തീർക്കുവാനുള്ള വക നിനക്കുണ്ടോ എന്ന് നീ ചിന്തിച്ചിട്ട് നീ ഇറങ്ങി തിരിച്ചാ മതി. ഒരു വില കൊടുക്കാനുണ്ട്.
അത് വില മുടക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ ഇറങ്ങിയാ മതി. ഹല്ലേലൂയ. പിശാചിന്റെ പണി എന്തുവാ? യേശു പറഞ്ഞു വില മുടക്കാൻ പറ്റുമെങ്കിൽ നീ ഇറങ്ങിയാ മതി എന്നാ. പിശാചിന്റെ പണി എന്തുവാ? ഫ്രീ, സൗജന്യം, സൗജന്യം. നമ്മൾ ഫ്രീ എന്ന് കേൾക്കാൻ നോക്കിയിരിക്കുക എന്ത് കൊടുക്കാൻ. നമ്മുടെ ബലഹീനത മനസ്സിലാക്കുക. നമുക്ക് ഒന്നാമത് പണി ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ബലഹീനതയാണ്. പണി ചെയ്യാതെ എത്രത്തോളം കിട്ടുമെങ്കിൽ എത്രത്തോളം നല്ലത്. എന്താ വേറെ ഇന്നലെ പണിക്ക് കണ്ടില്ലല്ലോ. ഓ ബ്രദറെ, ഇന്നോടത്ത് എന്ന പണിയൊന്നും എടുക്കണ്ട, ചുമ്മാ നിന്നാ മതി അവരുടെ കൂട്ടത്തില്. വൈകുന്നേരം ആകുമ്പോ പൈസ കൈ കിട്ടും. ഇത് ആള് പറയുന്നതാ. അമ്മേ എന്താ അവിടെ പണിക്ക് കാണാഞ്ഞേ? ഇന്ന കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചുമ്മാ അങ്ങ് നിന്നാ മതി, വൈകുന്നേരം ആകുമ്പോ പൈസ കൈ കിട്ടും. നമ്മുടെ മനസ്സെന്ന് പറയുന്ന പണി ചെയ്യരുത്. അമ്മേ അല്ലാതെ കാര്യം നടക്കണം. പിശാച് ഇത് കയറി മുതലെടുക്കും. നമ്മൾക്ക് ഈ ലാക്ടജന്റെ കൂടെ അല്ലെങ്കിൽ അമൂലിന്റെ കൂടെ ഒരു ഗ്ലാസ് കെട്ടിവെച്ചാലുണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ആ അമൂൽ എടുത്തിട്ട് വേറെ എന്തും എടുക്കത്തുള്ളൂ. കാരണം അത് ഫ്രീ ആയിട്ട് കൂടെ ഒരു ഗ്ലാസ്. മനസ്സിലായോ? സാൽവേഷൻ ഫ്രീ ആന്ന് പറയുമ്പോ യേശുവിനെ വേണ്ടാത്തവരും ചാടിക്കറി അങ്ങ് എടുക്കുക. കഴിഞ്ഞ ദിവസം ഒരു ദിവസം പ്രസംഗിച്ചത് ഇങ്ങനെയാ. പത്രോസിന് മീൻ കിട്ടിയില്ല. അപ്പൊ യേശു വന്നു. യേശു വന്നിട്ട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് വല വീശാൻ പറഞ്ഞു. പത്രോസിന് നിറയെ മീൻ കിട്ടി. ഈ യേശുവിന് എത്ര പേർക്ക് വേണം? അവിടെ നിന്ന് ഒരാൾ ചോദിക്കുക, ഈ യേശുവിന് ആർക്കാ വേണ്ടാത്തത്? ഗ്ലോറി, ഹല്ലേലൂയ. പ്രിയരെ, പിശാചിന്റെ തട്ടിപ്പ് ഭൗതികത്തിലേക്ക് നമ്മുടെ കണ്ണ് കൊണ്ട് മുട്ടിച്ചിട്ട് യേശുവിനെ അങ്ങോട്ടേക്ക്, യേശുവിനെ സ്വീകരിക്കാൻ ശ്രമിക്കുക, അവിടെ നിർത്തുക. ഇതല്ല. വില കൊടുക്കേണ്ടാത്ത സൗജന്യമായ പാർട്ടും നിത്യജീവനിലുണ്ട്, വില കൊടുക്കേണ്ട ഭാഗവും നിത്യജീവനിലുണ്ട്. ആമേൻ. എന്താ ഇത്രേ ദൈവദാസന്മാരും ഇത്രയും വിശ്വാസികളും ചതിക്കപ്പെട്ടു പോയ ദൈവ ക്രിസ്തുവിന്റെ കോടതിയുടെ മുമ്പിൽ വെച്ച് അവർ ആത്മാർത്ഥതയോടെ പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ കർത്താവായി സ്വീകരിച്ചതാ. യേശു കൈമലർത്തി, യേശു തന്റെ പിതാവിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഇവർ ആത്മാർത്ഥതയോടെയാണ് ഇവർ കർത്താവായ യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് പ്രസംഗിച്ചതും ഭൂതങ്ങളെ പുറത്താക്കിയതും എല്ലാം ചെയ്തതും. പക്ഷെ എന്ത് സംഭവിച്ചേ? വലിയൊരു ചതിക്കുഴിയിൽ, പിശാചിന്റെ ഒരു ചതിക്കുഴിയിൽ ഇവർ വീണതാണ്. ഇന്ന് ലോകത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന സ്വരം സൗജന്യം, സൗജന്യം, സൗജന്യം. എന്തോ പ്രിയ കുഞ്ഞുങ്ങളെ സൗജന്യം എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? രക്ഷ, സാൽവേഷൻ. അതും സൗജന്യമല്ല, യേശു വില കൊടുത്തത് കൊണ്ടാ. ആമേൻ. അതും യേശു വില കൊടുത്തത് കൊണ്ടാ. രക്ഷ സൗജന്യമാ. ഇതാണ് ഫസ്റ്റ് പാർട്ട് നമ്മൾ ലോകത്ത് പോയി പറയേണ്ടത്. എന്നാൽ സഭയിലേക്ക് വന്നാൽ പ്രിയ കുഞ്ഞേ, ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എന്തുവാ? രക്ഷ കൊണ്ട് മാത്രം അവസാനിപ്പിക്കുകയാണോ? എന്തുവാ തരാൻ ആഗ്രഹിക്കുന്നേ? ദൈവരാജ്യം. പ്രിയ കുഞ്ഞുങ്ങളെ മനസ്സിലാക്ക്, രക്ഷ സൗജന്യമാ, പക്ഷെ ദൈവരാജ്യം സൗജന്യമല്ല. ദൈവരാജ്യം വില കൊടുക്കുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. എന്നാൽ ഇന്ന് സ്വർഗം സൗജന്യമാണെന്ന് ആര് പ്രസംഗിക്കുന്നുവോ അവർ അവസാനം കള്ളപ്രവാചകനായി പിടിക്കപ്പെടും. ആമേൻ, ഹല്ലേലൂയ. രക്ഷ സൗജന്യമാ, പക്ഷേ ദൈവരാജ്യം സൗജന്യമല്ല. അതിന് ഞാനും നിങ്ങളും വില കൊടുക്കണം. ആമേൻ. കർത്താവായ യേശു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഭാഗം, ഒരു കൂട്ടം ആളുകൾ ഇത് പറയാത്തതിന്റെ കാരണം അവർക്കിത് വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മില്യൺ കണക്കിന് ജനങ്ങളെ നരകത്തിലേക്ക് തള്ളിവിടുവാനായിട്ട് ഇടയാകുന്നു. എന്നാൽ വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കണം, നാം കണ്ട രണ്ട് പാർട്ട്. ഫസ്റ്റ് പാർട്ട് സാൽവേഷൻ, സൗജന്യമാണ്. എന്നാൽ തുടർന്ന് ദൈവരാജ്യം അവകാശമാക്കുന്നത് അല്ലെങ്കിൽ ജീവനിൽ കടക്കുന്നത്, ഇടുക്കുവാതിലൂടെ കടക്കുന്നത്, ഞാനും നിങ്ങൾ വില കൊടുക്കണം.
എന്താണ് വില? ഇത് നാം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി സഭയിലുള്ളവരോടും ലോകത്തിലുള്ളവരോടും ഇത് അറിയിക്കണം. എന്താ വില പ്രിയ സഹോദരങ്ങളെ? ദൈവരാജ്യം അവകാശമാക്കുവാൻ, ജീവനിൽ കിടക്കുവാനുള്ള വില എന്താ? ശ്രദ്ധിച്ചു കേൾക്കുക, മനസ്സിലാക്കുക. ഇന്ന് ജനത്തിന് അറിഞ്ഞുകൂടാ കർത്താവ് വില ചോദിക്കുന്നുള്ള വിവരം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അതിന്റെ 26-ാം വാക്യത്തിൽ കർത്താവ് വില ചോദിക്കുക. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന്, ഇവിടുത്തെ വിഷയം രക്ഷയല്ല, ജീവനാണ്. ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല തന്റെ ജീവനെ വീണ്ടും കൊള്ളുവാൻ. ഇതാരാ ചോദിക്കണേ? ഇതാരാ ചോദിക്കണേ? യേശു തന്നെയാ ചോദിക്കണേ. ഉറപ്പാണല്ലോ അല്ലേ? ഒരു മനുഷ്യന്റെ ജീവനെ വീണ്ടും കൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ഹല്ലേലൂയ. യേശു വില ചോദിക്കുന്നു. യേശു വില ചോദിക്കുന്നു. പറഞ്ഞ യേശു വില ചോദിക്കുന്നു. യേശു വില ചോദിക്കുന്നു. വിലയില്ല, വിലയില്ല, ഫ്രീയ ഫ്രീയ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ യേശു വില ചോദിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. യേശു വില ചോദിക്കുക. എന്ത് വില കൊടുക്കുമെന്ന്? ആ യേശു ആരായിട്ട് ഡീൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? യേശു ആരായിട്ട് ഡീൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇവിടെ യേശു ഒരു ബിസിനസ്സുകാരനെ പോലെ ഡീൽ ചെയ്യുക. എന്ത് വില തരും? സരിച്ചേ, ഇപ്പൊ എനിക്കൊരു കാറുണ്ട്. ഇപ്പൊ ആ കാറുണ്ടെങ്കിൽ ഈ കാറിന് വില പറയണതാരാ? ഞാനാ. എമേ, ഞാൻ ചോദിക്കുക, എനിക്ക് ഒരു ടൊയോട്ടയുടെ ക്യാമറയുണ്ട്, നിങ്ങൾ എന്നാ വില തരും? ആമേ. കർത്താവ് ചോദിക്കുക, ഞാൻ കുഞ്ഞെ നിന്റെ ജീവനെ കാൽവരിയിൽ വെച്ച് നേടിയിട്ടുണ്ട്, നീ എന്ത് വില തരും? ആ ജീവനെ വീണ്ടുകൊള്ളുവാൻ നീ എന്നാ വില തരും? നീ എന്നാ വില തരും? വിലയില്ല, ഫ്രീ ആണെന്ന് പറയുന്ന ലോകത്തിൽ പ്രസംഗങ്ങൾ അനേകർ കേൾക്കുമ്പോ ഇതാ കർത്താവ് യേശു ബൈബിളിൽ നിന്ന് ചോദിക്കുക, നീ എന്ത് വില തരും? നീ എന്നാ വില തരും? അനേകരെ നരകത്തിലേക്ക് തള്ളിക്കൊണ്ടയിടുവാൻ വിലയില്ല, വിലയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, രക്ഷ സൗജന്യമാണെന്ന് പറഞ്ഞുകൊണ്ട്, സ്വർഗരാജ്യ സൗജന്യമല്ല, വില കൊടുക്കണം. കർത്താവ് ചോദിച്ചു, എന്നാ വില വരും? ആരോടാ ഇത് ഡീലിംഗ് എന്നറിയാമോ? സാധാരണപ്പെട്ട എന്നോടും നിങ്ങളോടൊന്നും അല്ല. അനുഗ്രഹിക്കപ്പെട്ട് നിങ്ങൾക്ക് ഇവിടെ കോഴിക്കോട് പട്ടണത്തിൽ ഒരു ചെറിയ പെട്ടിക്കട ഉണ്ടെന്ന് ചിന്തിച്ചോ. നിങ്ങളങ്ങ് ഡെലിവറൻസ് മീറ്റിങ്ങിന് പോയി, എന്നിട്ട് നിങ്ങൾക്കങ്ങ് അനുഗ്രഹം വന്നു. അനുഗ്രഹം വന്നാൽ നല്ലതാ കേട്ടോ, ഫിസിക്കലാണെങ്കിൽ സ്പിരിച്വലാണെങ്കിൽ നല്ലതാ. പക്ഷെ കേട്ടോ, നിങ്ങളുടെ പെട്ടിക്കട മാറി നിങ്ങളിപ്പോ 2 ഷട്ടറുള്ളൊരു കടയായി മാറി. അനുഗ്രഹിക്കപ്പെട്ടില്ലേ? പെട്ടില്ലേ? അടുത്ത മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടു. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ആ കടകൾ മാറി അതൊരു സൂപ്പർ മാർക്കറ്റായിട്ട് മാറി, വലിയൊരു സൂപ്പർ മാർക്കറ്റ്. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. നിങ്ങൾ ഈ കോഴിക്കോട് പട്ടണത്തിലെ സൂപ്പർ മാർക്കറ്റ് ചെയിൻ നിങ്ങളുടേതായി മാറി. അവസാനം നിങ്ങൾ വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടു. കോഴിക്കോട് പട്ടണത്തിലെ 3-4 ഫാക്ടറികളെ വിലയ്ക്ക് വാങ്ങി. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം കോഴിക്കോട് പട്ടണം മുഴുവൻ നിങ്ങളുടേതായി. നിങ്ങൾ വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടു. നേരെ എറണാകുളത്ത് കൊച്ചിക്ക് പോയി. ഇവിടുത്തെ വ്യവസായ തലസ്ഥാനമാണല്ലോ. കൊച്ചിക്ക് എത്ര രൂപ തരണമെന്ന് ചോദിച്ചു. കൊച്ചി അവിടുത്തെ ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാം കൂടി ഇത്ര ട്രില്യൺ തരണം. ഒറ്റ ചെക്ക് എഴുതി കൊടുത്ത് കൊച്ചി മുഴുവൻ നിങ്ങൾ വിലയ്ക്ക് വാങ്ങി. അവസാനം നിങ്ങൾ തിരുവനന്തപുരം വാങ്ങി, തൃശ്ശൂർ വാങ്ങി, ആലപ്പുഴ വാങ്ങി, കേരളം മുഴുവൻ നിങ്ങൾ വിലയ്ക്ക് വാങ്ങി. അതിനുശേഷം തമിഴ്നാട്ടിന്റെ അടുത്ത് പോയി, തമിഴ്നാടിന് എത്ര രൂപ തരണമെന്ന് ചോദിച്ചു. തമിഴ്നാട്ടുകാർ പറഞ്ഞു ഇത്ര രൂപ തരണമെന്ന് പറഞ്ഞു. ഒരൊറ്റ ചെക്ക് കൊണ്ട് തമിഴ്നാട് നിങ്ങൾ വിലയ്ക്ക് വാങ്ങി. നിങ്ങൾ സമ്പന്നന. ഇന്ത്യയിലെ സകല സ്റ്റേറ്റുകൾ നിങ്ങൾ വിലയ്ക്ക് വാങ്ങി. ഇന്ത്യ മുഴുവൻ നിങ്ങൾ വിലയ്ക്ക് വാങ്ങി. നിങ്ങൾ വലിയ ബിസിനസ്സുകാരനാ. തുടർന്ന് നിങ്ങൾ ചൈനയിൽ പോയി. വ്യവസായത്തിന്റെ ഈ ലോക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ചൈനയെ മുഴുവൻ ഒറ്റയടിക്ക് നിങ്ങൾ വിലയ്ക്ക് വാങ്ങി. അമേരിക്ക വിലയ്ക്ക് വാങ്ങി, ആഫ്രിക്ക വിലയ്ക്ക് വാങ്ങി, റഷ്യ വിലയ്ക്ക് വാങ്ങി, ഓസ്ട്രേലിയ വിലയ്ക്ക് വാങ്ങി, അന്റാർട്ടിക്ക വിലയ്ക്ക് വാങ്ങി. അങ്ങനെ നീ സർവ്വ ലോകവും വാങ്ങി. നിന്നോടാ എന്റെ കച്ചവടം. യേശു പറയാ, അങ്ങനെ നീ സകല ലോകവും നേടിയെങ്കിൽ നീയുമായിട്ടാ എന്റെ ഡീലിംഗ്. നീയുമായിട്ടാ എന്റെ ഡീലിംഗ്. ആമേൻ. നീയുമായിട്ടാ എന്റെ ഡീലിംഗ്. ഇതിനേക്കാൾ അനുഗ്രഹമായിട്ടാ അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തില്ലല്ലോ നിനക്ക്. നീയുമായിട്ടാ എന്റെ ഡീലിംഗ്. ഹല്ലേലൂയ. ഞാൻ നിനക്ക് ജീവൻ തരാം, നീ എനിക്ക് എന്തും മടക്കി തരും. ഞാൻ നിനക്ക് ജീവൻ തരാം, നീ എനിക്ക് എന്റെ മടക്കി തരും. നീ സർവ്വലോകവും നേടിയില്ലേ? എന്തു മടക്കി തരും? ആമേൻ. ഞാൻ ജീവൻ തരാം. ഈ അനുഗ്രഹീതം മിണ്ടണില്ല, നിങ്ങളെപ്പോലെ തന്നെ.
അവസാനം യേശു എന്റെ കാറിന് വില പറഞ്ഞിട്ട് ഇവര് മിണ്ടാതെ ഇരിക്കുമ്പോ അവസാനം വരെ ഞാൻ തന്നെ പറയും ഒരു വില. യേശു അതിന്റെ 25-ാം വാക്യത്തിൽ വില അങ്ങ് പറഞ്ഞു. ഇനി നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ, ഞാൻ വില പറയട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാനിച്ചാൽ അതിനെ കളയും. പിന്നെ ജീവനെ നേടാൻ എന്ത് വേണമെന്ന്? എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ ജീവനെ കണ്ടെത്തും. ഇതാ വില. യേശുവിനെ പ്രതി കുഞ്ഞെ എന്റെയും നിങ്ങളുടെയും ജീവൻ കൊടുക്കാനാ യേശു പറയുന്നത്. വിലയായി ചോദിക്കുന്നത് എന്നാന്നറിയാമോ? കർത്താവ് പഴയ നിയമത്തിലേക്ക് മടങ്ങിപ്പോയി. ആകാശം മാറും, ഭൂമി മാറും, എന്റെ വാക്കുകൾക്ക് ഒരു മാറ്റമില്ല. കർത്താവ് പറയുക എന്നാന്നറിയാമോ? പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, ഞാൻ നിനക്ക് ജീവൻ തരാം. പകരം നീ നിന്റെ ജീവനെ എനിക്ക് തരാമോ? ആമേൻ. ജീവന് പകരം ജീവൻ. ഇനി നീ നിന്റേതല്ല, നിന്നെ ഞാൻ എന്റെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയതാ. നീ എന്റേതാ. ഇനി നിന്റെ ശേഷിക്കുന്ന ജീവിതകാലം നീ നിനക്ക് വേണ്ടി ജീവിക്കാനുള്ളതല്ല, നിന്റെ ഇഷ്ടങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയുള്ളതല്ല. ശേഷിക്കുന്ന ജീവിതകാലം നീ എന്റേതാ, എന്റെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയതാ. നീ എനിക്ക് വേണ്ടി ജീവിക്കണോ? ഇതാണ് വില. ആ വില നീ തന്നാൽ നിന്റെ ജീവനെ ഞാൻ നിനക്ക് തരാ. ഇതാണ് സ്വർഗരാജ്യം അവകാശമാക്കുവാനുള്ള വില. ആമേൻ. ഹല്ലേലൂയ. യേശു വില ചോദിക്കുമ്പോ നമ്മൾ പോയി ദേവദാസനെ ലോകത്ത് പോയിട്ട് പറയാം വിലയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ആരായി? കള്ളനായി. ഇത്രയും നാളും അറിവില്ലാത്തത് കൊണ്ട് ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന വ്യക്തി കള്ളനായെങ്കിൽ അത് ദൈവം ക്ഷമിക്കും. അറിഞ്ഞതിന് ശേഷം നോ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ എന്റെ ജീവനെ യേശുവിന് കൊടുത്താൽ യേശു നേടിയ നമ്മുടെ ജീവൻ യേശു നമുക്ക് തരാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവന് പകരം ജീവൻ. പ്രിയരെ ദേവദാസന്മാരെ, മത്തായിയുടെ സുവിശേഷം ആ പറയുന്ന പാട്ടുകൾ ആരെക്കുറിച്ച് എഴുതിയേക്കണെന്ന് അറിയാമോ? അവിടെ 7-ാം അധ്യായ 12, 13, 21, 23, 24 വാക്യങ്ങൾ. അതിന്റെ ഇടയിൽ ആരെക്കുറിച്ച് എഴുതിയേക്കണെന്ന് അറിയാമോ? കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവേ. ആമേൻ. ഇവരെ കള്ളപ്രവാചകന്മാരായിട്ടല്ല ഇവരുടെ ചിന്തയിൽ അവിടെ ചെല്ലുന്നേ. ആ ഗേറ്റിൽ വെച്ചിട്ട് പിടിക്കപ്പെടുകയാ. ആരായിട്ട്? കള്ളപ്രവാചകന്മാരായി പിടിക്കപ്പെടുകയാ. കർത്താവ് പറയാ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുക. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും അപകടം പിടിച്ച പണി ഏതാണ്? നമ്മൾ ഇതിലേക്ക് ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ജോലി ചെയ്യണതാണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ അണു റേഡിയേഷൻ ഇല്ലാതിരിക്കുവാൻ കോട്ടിട്ട് വേണം കയറാൻ. അദ്ദേഹം വൈകിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തോ എടുക്കാൻ മറന്നുപോയി. കാറിൽ ചെന്നപ്പോഴാണ് മറന്നുപോയ കാര്യം ഓർത്ത് ഓടി അകത്ത് കയറി. തന്റെ കോട്ട് ഇട്ടിട്ട് കയറാൻ മറന്നുപോയി. കയറി പെട്ടെന്ന് ആ സാധനം എടുത്ത് തിരിച്ചിങ് ഇറങ്ങുമ്പോൾ താൻ എന്തോ തന്റെ തോളിൽ നിന്ന് താഴെ വീഴുന്നതായിട്ട് കണ്ടു. നോക്കിയപ്പോ താൻ കാണുന്ന എന്നാന്നറിയാമോ? തന്റെ എല്ല് മാംസം ഉരിഞ്ഞ് താഴേക്ക് പോവുക അണു റേഡിയേഷനിലൂടെ. അപകടം പിടിച്ച പണിയാണല്ലേ? അപകടം പിടിച്ച പണിയാണല്ലേ? ഹല്ലേലൂയ. ചിലരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ബഹിരാകാശത്തേക്ക് പോയി, പക്ഷെ അവർ തിരിച്ചു വന്നിട്ടില്ല ഇതുവരെ. ഹല്ലേലൂയ. അപകടം പിടിച്ച പണിയാണല്ലേ? എന്നാൽ അതിനേക്കാളൊക്കെ അപകടം പിടിച്ചൊരു പണിയുണ്ട് സഹോദര. അണുവിന്റെ പ്രസരമേറ്റ് ശരീരം താഴെ പോയാലോ, ബഹിരാകാശത്തേക്ക് പോയി മടങ്ങി വന്നില്ലെങ്കിലോ, കുഞ്ഞെ നീ ദൈവിഷ്ടം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവരാജ്യത്തിൽ കാണൂ. എന്നാൽ അതിനേക്കാളൊക്കെ അപകടം പിടിച്ച പണിയാ ഞാൻ ഈ ചെയ്യുന്നത് ഇവിടെ നിന്നുകൊണ്ട്. ആമേൻ. ഹല്ലേലൂയ. ദേവദാസന്മാരെ, ഈ ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച പണിയാ നമ്മൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറഞ്ഞാന്നറിയാമോ? അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യാക്കോബ് ലേഖനം പറയുക, അധിക ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് അനേകർ ഉപദേഷ്ടാക്കന്മാരായി ആകാൻ പോകരുത്. അതിന് ദൈവം ചിലരെ വിളിച്ചിട്ടുണ്ട്. ഓരോ കോളിംഗ് ഉണ്ട്. ചാടിക്കേറി പുൽപ്പിറ്റി കയറാൻ നോക്കരുത്. അത് കോളിംഗാ. ഒരു വ്യക്തിക്കും ഒരുവനെ പാസ്റ്ററാക്കാനും അപ്പസ്തോലനാക്കാനും ടീച്ചറാക്കാനും പറ്റത്തില്ല. അത് കർത്താവിന്റെ ഡിസിഷനാ. ആമേൻ. ഹല്ലേലൂയ.
ദൈവം സഭയിൽ, ക്രിസ്തു സഭയിൽ ചിലരെ അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, സുവിശേഷകന്മാര്, ഇടയന്മാര്, ടീച്ചർമാരുമാക്കി നിയമിച്ചു. അല്ലാതെ ഇവിടത്തെ ഒരു ഓർഗനൈസേഷൻ അല്ല. അതുകൊണ്ട് ചാടി കയറി മനസ്സിൽ തോന്നണൊക്കെ കയറി ചെയ്യാൻ പോകരുത്. അപകടമാ. ആമേൻ. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം എടുത്താട്ടെ. ഓ ജീസസ്, ഐ ഗീവ് യു ഗ്ലോറി. ജെയിംസ് ചാപ്റ്റർ 3. ഹല്ലേലൂയ. അതിന്റെ 1-ാം വാക്യം ശബ്ദമുയർത്തി മൈക്കിലൂടെ വായിച്ചാട്ടെ. സഹോദരന്മാരെ, ആരോടാ ഇത് പറഞ്ഞെന്നറിയാമോ? നമ്മളോടാ. അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. പറയുന്നുവെങ്കിൽ സത്യമേ പറയാൻ പോലും. അറിയത്തില്ലയോ? മിണ്ടാതിരുന്നോളണം. ഹല്ലേലൂയ. എന്നോട് ചില ദേവദാസന്മാർ സംശയം വന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഇന്നത് പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കേൾക്കണത് ഇങ്ങനെയാണല്ലോ, ഇപ്പൊ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ക്രിസ്തു പറയുന്നതിനോട് അനുരൂപപ്പെടുന്നതല്ലേ നല്ലത്. നമ്മൾ സേഫായോ? സേഫായില്ലേ? ഗ്ലോറി. നമ്മുടെ സ്വയത്തിൽ നിന്ന് വല്ലതും വന്നോ? ഒന്നും വന്നില്ല. ക്രിസ്തു എന്ത് പറയുന്നോ അതിനോട് ആമേൻ, ഫിനിഷ്. ഹല്ലേലൂയ. ഗ്ലോറി. അത്രയും ചെയ്താൽ മതി, നമ്മൾ സേഫാ. ഗ്ലോറി ടു ഗോഡ്. പിന്നെ അറിവില്ലയോ? ക്രിസ്തുവോട് ചോദിക്കും, ക്രിസ്തു പറഞ്ഞു തരും. ക്രിസ്തുവിന്റെ ആത്മാവാകത്തുള്ളേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അറിവില്ലാത്ത മണ്ഡലം തേടി നമ്മൾ എന്തെങ്കിലും കയറി പറയാൻ നിൽക്കരുത്. ആമേൻ. ഇന്ന് വലിയൊരു ചതി നടക്കുന്ന എന്നാന്നറിയാമോ? സൗജന്യം. സൗജന്യം. കർത്താവ് യേശു ക്രിസ്തു ഗേറ്റ്, പുതിയ നിയമം നിങ്ങൾ പഠിച്ചില്ലേ? എന്താ പുതിയ നിയമം? ഇടുക്കുക അതിലൂടെ അകത്ത് കടപ്പിൻ. അപ്പൊ തന്നെ കർത്താവ് അതിന്റെ കൂടെ വേറൊരു വാതിലും കൂടി അങ്ങ് പ്രസന്റ് ചെയ്തു. എന്നിട്ട് ആ വാതിൽ കൊണ്ടിരുന്ന ആരാന്നറിയാമോ? തൊട്ട് താഴെ പറയാ, കള്ള പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നമുക്ക് ഭാഗം ഒന്ന് വായിക്കണ്ടേ? ആമേൻ. ഗ്ലോറി. 7-ാം വാക്യം. 7 മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോ വേറൊരു വാതിലുണ്ട്. ഏത് വാതിലത്? നാശത്തിലേക്ക് പോകുന്ന വാതിൽ. ശ്രദ്ധിച്ചു കേട്ടോ. അതിലൂടെ കടക്കുന്നവർ അനേകര. ശ്രദ്ധിച്ചു കേൾക്കുക. അനേകര് പോകുന്നൊരു വാതിലുണ്ട്. അതെങ്ങനെയുള്ള വാതിലാ? വിശാലമായ വാതില. ആമേൻ. നേരത്തെ നമ്മൾ കണ്ടു വാതിൽ എന്ന് പറഞ്ഞ എന്തുവാ? ഇവിടെ നമ്മൾ കണ്ടേ, ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും ചീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാ. ആമേൻ. ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? വിശാലമായ വാതിൽ എന്ന് പറഞ്ഞ എന്തുവാ? ബ്രദർ, there is no judgment. Brother, there is no judgment for you. ക്രിസ്തുയേശുവിലുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ യാതൊരു ശിക്ഷാവിധിയും ഇല്ല. ഇനി എങ്ങനെ പോകാം വാതിലിൽ കൂടെ? എനിക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം. കാരണം വാതിലിപ്പോ എങ്ങനത്തെ വാതിലാ? വിശാലമായ വാതിലാ. എനിക്ക് യാതൊരു ജഡ്ജ്മെന്റ് ഇല്ല. ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ജഡ്ജ്മെന്റ് ഇല്ല. വചനമാണോ? അതേലോ. വചനമാണോ? അതേലോ. മോളെ, ആരാ ക്രിസ്തുയേശുവിലുള്ളവർ? അറിഞ്ഞുകൂടാ അല്ലേ? ഓക്കെ. ബ്രദറെ, ആരാ ക്രിസ്തുയേശുവിലുള്ള ആള്? നമ്മളെന്ന് പറഞ്ഞാ
കർത്താവിനെ ആരാ ക്രിസ്തുയേശുവിലുള്ളത്? യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് വചനം അനുസരിച്ച് ജീവിക്കുന്നവർ ദൈവമക്കൾ. സത്യമല്ലേ? സത്യമല്ലേ? നമ്മുടെ ചിന്തയിൽ എന്താ? ഇത് തന്നെയാണോ? ആരാ ക്രിസ്തുയേശുവിലുള്ളൂ? സത്യമായിട്ടുള്ള കാര്യം പറ. Praise God. That is the right answer. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അവരാണ് ക്രിസ്തുയേശുവിലുള്ളവർ. ആമേൻ. ഹല്ലേലൂയ. ഇത് എവിടെ എഴുതിയിരിക്കണമെന്ന് അറിയാമോ? വചനത്തിൽ. ആമേൻ. നമ്മുടെ ചിന്തയിൽ ക്രിസ്തുയേശുവിലുള്ളവരാരാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയട്ടെ. ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ എന്താ ക്രിസ്തുയേശുവിലുള്ളവരെന്ന് പോലും. ആമേൻ. നമ്മുടെ ചിന്തയിൽ ക്രിസ്തുയേശുവിലുള്ളവരാരാന്നറിയാമോ? നീ കർത്താവായി യേശു രക്ഷിതാവായി സ്വീകരിച്ചോ? എങ്കിൽ നീയാ ക്രിസ്തുയേശുവിലുള്ളവർ. ശരിയല്ലേ? ശരിയാണോ? ശരിയാണോ? നീ കർത്താവ് യേശു രക്ഷിതാവായി നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിൽ ചിലർ ആട്ടുന്നുണ്ട്. ചിലർക്ക് ആട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഒരു ബലഹീനതയാണ്, നമ്മൾ ഒരിക്കലും ആട്ടത്തില്ല. ആമേൻ. കാരണം ഇത് പറഞ്ഞു കഴിയുമ്പോൾ പറയും ഇതൊക്കെ എനിക്ക് അറിയാവുന്നതായിരുന്നു. ഇതും അടുത്തൊരു ബലഹീനതയാണ്. മനസ്സിലായോ? ഇതൊക്കെ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കണം. ഇതൊക്കെ എന്റെ പരിപാടിയാണ്, എനിക്കെല്ലാം അറിയാം, പക്ഷെ എനിക്കൊന്നും അറിഞ്ഞു കൂടാ. ആമേൻ. നമ്മുടെ ചിന്തയിൽ എന്നാന്നറിയാമോ? യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ, സ്നാനപ്പെട്ടാൽ അവൻ ആരായി? ക്രിസ്തുയേശുവിൽ ഉള്ളവനായി. ആമേൻ. ഇവരെ അടുക്കൽ പോയി നമ്മൾ പറയുകയാണ് ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ലെന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയെ സംബന്ധിച്ച് അത് എന്തായി? വിശാലമായ വാതിലായി തീരുകയാണ്. പക്ഷെ ആരാ ക്രിസ്തുയേശുവിലുള്ളവരെന്ന് വചനം ഒന്ന് വളരെ വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കണം. വിശാലമായ വാതിൽ ഉണ്ടാക്കി വിടരുത്, അപകടമാണ്. കടന്നു വന്നാട്ടെ. കർത്താവ് പറഞ്ഞു വിശാലമായൊരു വാതിലുണ്ട്, അതിലൂടെ കടക്കുന്നവർ അനേകര് അത് നാശത്തിലേക്കാണ്. ആമേൻ. ഇനി റോമലേഖനം 8-ാം അധ്യായം. ഓ ജീസസ്, ഹല്ലേലൂയ. 8-ാം അധ്യായത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഓ ലോർഡ്, ഒന്നാം വാക്യം വായിച്ചേ. സത്യമാണോ? വചനം പറയല്ലേ? ഇപ്പൊ എന്തില്ല? ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പുറം ഇപ്പുറം ഒന്നും എടുക്കാതെ വചനം കയറി എടുക്കരുത്. ഏതെങ്കിലും ഒരു വചനം വേറൊന്നിനോട് കോൺട്രഡിക്ട് ചെയ്യുന്നുവെങ്കിൽ എടുക്കരുത്. നമ്മുടെ ചിന്തയില് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആരാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിലാകുന്നൊന്നും ഇല്ല വചനപ്രകാരം. മലയാളം ബൈബിൾ ആ ഒരു കഷ്ണം മുറിഞ്ഞും പോയി, അതിന്റെ ബാക്കി അവിടെ ഇല്ല. എന്തായാലും അതിന്റെ തൊട്ടടുത്ത് കിങ് ജെയിംസ് വേർഷൻ കിടക്കുന്നുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട് ആരാ ക്രിസ്തുയേശുവിലുള്ളവരെന്ന്. സ്ക്രീനിൽ അത് കാണുകയും ചെയ്യാം നിങ്ങൾക്ക്. ആമേൻ. നമ്മുടെ ചിന്തയിൽ ക്രിസ്തുയേശുവിലുള്ളവനെന്ന് പറഞ്ഞാൽ കർത്താവ് യേശു രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, ആരാധിച്ചു പോകുന്നവനാണ്. എന്നാൽ ദൈവവചന പ്രകാരം ക്രിസ്തുയേശുവിലുള്ളവൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. എന്നാൽ ആരാ ക്രിസ്തുയേശുവിലുള്ളവർ? അതിന് തൊട്ടടുത്ത കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ കിടക്കുന്നുണ്ട്, അവിടെ എഴുതിയിരിക്കുകയാണ് there is therefore no condemnation to them which are in Christ Jesus. അത്രേ മലയാളത്തിലുള്ളൂ, ബാക്കിയില്ല. ആമേൻ. പിന്നെ എഴുതിയിരിക്കുക who walk not after the flesh but after the spirit. ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ക്രിസ്തു യേശുവിൽ ഉള്ളവർ. ഇവർക്കാണ് ശിക്ഷാവിധി ഇല്ലാത്തത്. മനസ്സിലായോ? ഹല്ലേലൂയ, ഗ്ലോറി. എത്ര പേർക്ക് അറിയാം ആത്മാവിനനുസരിച്ച് നടക്കാൻ? ഇത് പഠിക്കേണ്ട സ്ഥലം സഭയ്ക്കുള്ളിലാ, എങ്ങനെ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളത്.
ഹല്ലേലൂയ. ഇനി നമ്മൾ ന്യായപ്രമാണത്തിനല്ല, ആത്മാവിനനുസരിച്ച് നടക്കുന്നത്. ഇന്ന് ആത്മാവ് നമ്മളോട് സംസാരിക്കും, വചനത്തിലൂടെ ഓരോ നിമിഷവും സംസാരിക്കും. നമ്മളൊന്നും ഒറ്റയ്ക്കല്ല, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. ഇന്ന് ദൈവരാജ്യം എവിടെയുണ്ട്? ഭൂമിയിലുണ്ട്. എങ്ങനെ? നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതി സമാധാനവും പരിശുദ്ധാത്മാവിന്റെ അന്തരീക്ഷത്തിലുള്ള സന്തോഷവുമായി. എവിടെയുണ്ട് പരിശുദ്ധാത്മാവ്? എന്റെ നിങ്ങളുടെ അകത്തുണ്ട്. ക്രിസ്തുവോട് ചേർന്നത് ക്രിസ്തുവുമായി ഏകാത്മാവായി. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവ് തമ്മിൽ ഒന്നായി അകത്തുണ്ട്. ഇന്ന് അതേ പരിശുദ്ധാത്മാവാൽ ഒരുവൻ നയിക്കപ്പെടുന്നുവെങ്കിൽ അവനാ ക്രിസ്തയേശുവിലുള്ള വ്യക്തി. മനസ്സിലായോ? ഇത് പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും അറിവില്ലാത്ത വ്യക്തികളോട് പോയി ക്രിസ്തയേശുവിലുള്ള യാതൊരു രക്ഷാവിധി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നേരെ എങ്ങോട്ടാ പോണേ? അവന് നരകത്തിലേക്ക് യാത്രയാകും. ആമേൻ. അവരോട് വളരെ വ്യക്തമായിട്ട് പറയണം, ആരാ ക്രിസ്തയേശുവിലുള്ളവൻ? ആത്മാവാൽ നയിക്കപ്പെടുന്നവനാ ക്രിസ്തയേശുവിലുള്ളവൻ. ഇനി ഒരു വാക്യം കൊണ്ട് വിശ്വസിക്കേണ്ട, അതിന്റെ അടുത്ത താഴേക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വീണ്ടും അവിടെ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. ഗ്ലോറി. അതിന്റെ 4-ാം വാക്യം വായിച്ചേ. അപ്പോ ആരെ അനുസരിച്ച് നടക്കണം? ആത്മാവിനെ അനുസരിച്ച് നടക്കണം, ജഡത്തെ അല്ല. ആമേൻ. ഹല്ലേലൂയ. ഇനി അതിന്റെ 13-ാം വാക്യം കൂടി വായിച്ച്. എല്ലാം റിപ്പീറ്റേഷനാ 13 കൂടി വായിച്ച്. ആമേൻ. ഇത് ആരോടാ പറയണേ? വിശ്വാസികളോടാ പറയുന്നത്. ഒരേ കാര്യം തന്നെ ഒരധ്യായത്തിൽ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണതിന്റെ കാര്യം എന്താ? നമ്മൾ നമ്മുടെ മക്കളോട് അവർ ഇറങ്ങി പോകുമ്പോൾ ഒരു കാര്യം അടുക്കളയിൽ വെച്ച് പറഞ്ഞു, പിന്നെ അത് ബെഡ്റൂമിൽ ഹോളിൽ വെച്ച് പറഞ്ഞു, ഗേറ്റിന്റെ അവിടെ ചെന്നപ്പോഴും പറഞ്ഞു. അതിന്റെ കാര്യം എന്താ? കാര്യം എന്താ? മോനെ, ഇത് പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ചോളണേ. ഇത് ഒരധ്യായത്തിൽ തന്നെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യുക, 3-ാമത്തെ പ്രാവശ്യം. ആമേൻ. ഇവിടെ എന്താ പറയണേ? നീ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും, സംശയമൊന്നും ഇല്ല, നിശ്ചയമാ. പക്ഷെ ആത്മാവിനനുസരിച്ച് ജീവിച്ചാൽ നീ എന്നേക്കും ജീവിക്കും. ഗ്ലോറി. ഹല്ലേലൂയ. മനസ്സിലാവുന്ന സഹോദരങ്ങളെ? മനസ്സിലാവുന്നോ? വിശാലമായ വാതിൽ കണ്ടോ? വിശാലമായ വാതിൽ കണ്ടോ? എന്നിട്ട് തൊട്ട് താഴെ ആരെ കുറിച്ച് പറഞ്ഞെന്നറിയാമോ? കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവേ. തിരിച്ചു വരാം നമുക്ക് മത്തായി 7-ലേക്ക് തിരിച്ചു വരാം. ഗ്ലോറി. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 15-ാം വാക്യം വായിച്ചു. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷമുണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, ആകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. സൂക്ഷിച്ചുകൊള്ളണം, സൂക്ഷിച്ചുകൊള്ളണം. ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. ഗ്ലോറി ടു ഗോഡ്. ഇനി ഫലം അറിയാൻ വേണ്ടി നമ്മൾ ഒന്നൊരു കാര്യം ചെയ്യാം. ഫലം അറിയാൻ വേണ്ടി ഞാൻ അവസാനം വരെ നിൽക്കാമെന്ന് ചിന്തിക്കുമോ? അല്ലേ? നമ്മൾ ഫലം അറിഞ്ഞു വരുമ്പോൾ ഇവിടെ പറയാൻ ആരും ഉണ്ടാകത്തില്ല. ലാസർ തിരിച്ചു പോട്ടെ പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ നമ്മളെ തിരിച്ചയക്കൂല, പ്രസംഗിക്കത്തുമില്ല. ആമേൻ. എങ്ങനെ ഫലം അറിയാം? തൊട്ട് താഴെ ജഡ്ജ്മെന്റ് നോക്കിയാൽ മതി. തൊട്ട് താഴെ ഈ പറഞ്ഞ മത്തായി 7:21-23 ജഡ്ജ്മെന്റ്, ഇവരുടെ ജഡ്ജ്മെന്റ് ഈ പറയണേ. ഹല്ലേലൂയ. ഈ ജഡ്ജ്മെന്റ് നോക്കിയാൽ മതി, കാര്യം തിരിച്ചറിയുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ഗ്ലോറി. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവേ. അപ്പോ പ്രിയ ദൈവത്തിന്റെ ജനമേ, വിശാലമായ വാതിലുണ്ട്. ഇനി വാതിൽ മാത്രമല്ലല്ലോ, വേറൊരു സ്ഥലം കൂടി ഉണ്ടല്ലോ. അതെന്തുവാ? വഴിയുമുണ്ട്. വഴിയുമുണ്ട്. യേശു പറയുന്ന കാര്യമാ. ഇടുക്കുവാതിലൂടെ ദൈവരാജ്യത്തിൽ കടത്തി. പക്ഷെ അതിന്റെ കൂടെ ഇതാ വിശാലമായൊരു വാതിലും കൂടി പ്രത്യക്ഷപ്പെടും. അതിലൂടെ പോകുന്ന നാശത്തിലേക്ക് പോകും. ഇപ്പൊ അതിലൂടെ പോയവരൊക്കെ അങ്ങോട്ട് പോയെന്ന് നമ്മൾ കണ്ടല്ലോ, നാശത്തിലേക്ക് പോകുന്നു. തുടർന്ന് കർത്താവ് പറയാ, ഒരു ഇടുക്ക് വഴിയുണ്ട്. ഇടുക്ക് വഴി മാത്രമല്ല, ഒരു വിശാലമായ വഴിയുമുണ്ട്. വിശാലമായ വഴിയിലൂടെ, വിശാലമായ വാതിലൂടെ കടക്കുന്നവർ അനേകരാണ്. പക്ഷെ ഇടുക്ക് വഴി
കണ്ടെത്തുന്നവർ അനേകരൊന്നുമില്ല. ഇടുക്ക് വഴി കണ്ടെത്തുന്നത് വളരെ ചുരുക്കം. കാരണം മനുഷ്യരുടെ മനസ്സ് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ, ചുളുവിൽ കിട്ടുന്ന കാര്യങ്ങൾ, ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അടിച്ചെടുക്കാൻ വേണ്ടി വെമ്പുന്ന മനസ്സാണ്. അതുകൊണ്ട് ഈസി ആയിട്ടുള്ള വഴി കണ്ടാൽ, ഈസി ആയിട്ടുള്ള വാതിൽ കണ്ടാൽ ചാടിക്കയറും. അങ്ങനെ പോകരുത്. കർത്താവല്ലേ നമ്മളോട് പറഞ്ഞേ ഇടുക്ക് വാതിലുടെ അകത്ത് കിടക്കാൻ? ആമേൻ. എങ്കിൽ കർത്താവിന്റെ വാക്കിന് ആമേൻ 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 പറ. ഗ്ലോറി, ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു പിക്ചർ കാണിച്ചു തരാം. എന്നിട്ട് അതിലൂടെ നമുക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാം. ശ്രദ്ധിച്ചാട്ടെ, ഈ 2 മിനിസ്ട്രി, ചിത്രത്തിൽ കാണുന്ന 2 മിനിസ്ട്രി നിങ്ങളുടെ ജീവിതത്തിൽ മറന്നു പോകരുത്. ആമേൻ. നമ്മൾ ജീവിതത്തിൽ ഒരു മിനിസ്ട്രി കഴിഞ്ഞു. അതായത് ലോകത്തിൽ നിന്ന് ചർച്ചിൽ വരുന്നത് മിനിസ്ട്രി കഴിഞ്ഞു. ഈ ചർച്ചിനെ എന്തിനായി സ്ത്രീയോട് ഉപമിച്ചേ? സ്ത്രീകളെ എന്ത് ചെയ്യുന്നേ? പ്രസവിക്കുന്നേ. ആമേൻ. ഈ കാണുന്ന ചർച്ചെന്ന് പറയുന്നത്, ശ്രദ്ധിച്ചേ, ഈ കാണുന്ന ചർച്ചെന്ന് പറയുന്നത് അത് യൂണിവേഴ്സൽ ചർച്ച. ഗ്ലോറി, ഹല്ലേലൂയ. അതൊരു സ്ത്രീയോടാണ് ഉപമിച്ചിരിക്കുന്നത്. എന്നാൽ സ്ത്രീ പ്രസവിക്കും. അങ്ങനെ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞാ സ്വർഗരാജ്യം അവകാശമാക്കുന്നേ. ആമേൻ. നിങ്ങൾ വീട്ടിൽ പോയത് ധ്യാനിക്ക്, സ്ത്രീ പ്രസവിക്കുന്നുണ്ടോ എന്ന് നോക്ക് എവിടെയെങ്കിലും. ആ സ്ത്രീ പിശാചിന്റെ ശത്രുവായിരിക്കും. സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞും പിശാചിന്റെ ശത്രുവായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. കുഞ്ഞിനെ വിഴുങ്ങാൻ വേണ്ടി ആ പിശാച് വാവിളിച്ച് നിൽക്കണേ. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ കുഞ്ഞ് പ്രസവിച്ച പിശാചിനൊന്നും കിട്ടത്തില്ല. ആ കുഞ്ഞാ സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. നിമിഷ നേരം കൊണ്ട് അത് സ്വർഗത്തിലെത്തിയിരിക്കും. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിലോ കർത്താവിന്റെ പ്രധാന പ്രവചനം നിങ്ങളൊന്ന് ചർച്ച ചെയ്തു. കാരണം അത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല. പക്ഷെ അത് ബേസിക് ആയതുകൊണ്ടൊന്ന് പറഞ്ഞു പോവുകയാ. ദൈവത്തിന്റെ വചനം പറയുക, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഇന്ന് പലരോടും ചോദിച്ചാൽ അവര് പറഞ്ഞ ഹൗവയാണെന്നാണ്. സ്ത്രീ ഹൗവേ സർപ്പത്തിന്റെ തലയല്ല, ഹൗവ സർപ്പത്തിന്റെ ഫ്രണ്ടാ. ശരിയല്ലേ? അല്ല, അവര് നമ്മൾ കമ്പനി ആയിരുന്നു. ഗ്ലോറി. ഭർത്താവിനെ വരെ സ്വാധീനിക്കാൻ തക്കവണ്ണമുള്ള ബന്ധമായിരുന്നു. ആരുമായിട്ട്? സർപ്പവുമായിട്ട്. ഹല്ലേലൂയ. ശത്രുവൊന്നും ആയിരുന്നില്ല. ചിലര് പറയണു മറിയാണ്. മറിയയ്ക്ക് പിശാചിനെ അറിയത്തു പോലില്ലെന്ന് തോന്നുന്നു. മറിയയും പിശാചായിട്ട് ഒന്നും സംസാരിച്ചതായിട്ട് നമ്മളെങ്ങും കാണുന്നില്ല. ആമേൻ. ചിലര് പറഞ്ഞ ഇസ്രായേലാണ് സ്ത്രീ. ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ജീവിച്ച ന്യായപ്രമാണ കാലത്തിലാണ് അവരുടെ കാലം. അവരെ കുറിച്ച് പറയുക, ദൈവവചനം പുതിയ നിയമം പറയാ, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ആര് വന്നേ? ഏമേ. കാരണം അവര് പിശാചിന്റെ കീഴിൽ കിടക്കുകയാണ്. പിശാചിന്റെ കീഴിൽ കിടക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ ഇവിടെ ഇതാ ഒരു സ്ത്രീയെ, പിശാചിന് ശത്രുവായൊരു സ്ത്രീയെ. ഹല്ലേലൂയ. കർത്താവ് പറയാ, ഞാൻ നിനക്കും, സർപ്പമേ നിനക്കും സ്ത്രീക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും. ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നു. മാത്രമല്ല പിന്നെയും പറയുക, സ്ത്രീക്ക് ഒരു കുഞ്ഞ് ജനിക്കും. ആ സ്ത്രീക്ക് ഒരു കുഞ്ഞ് ജനിക്കും. ആമേൻ. ആ കുഞ്ഞ് നീയുമായിട്ട് ശത്രുതയായിരിക്കും. മാത്രമല്ല ആ കുഞ്ഞ് ജനിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിന്റെ സാമ്രാജ്യത്തെ തകർക്കാനാ കുഞ്ഞ് ജനിക്കണേ. കുഞ്ഞ് ജനിക്കുന്നത് നിന്റെ തലയെ തകർക്കാനാ. മനസ്സിലായോ? ഇന്നും പിശാചിന്റെ സാമ്രാജ്യം ഇവിടെ ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? പറഞ്ഞേ, ഉണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് പേടി. അപ്പൊ ഞാൻ നേരത്തെ കേട്ടതോ, ഇപ്പൊ കേട്ടതോ, നേരത്തെ കേട്ടതോ, ഇപ്പൊ കേട്ടതോ? പിശാചിന്റെ സാമ്രാജ്യം ഇവിടെ ഉണ്ടോ ഇല്ലയോ? ദൈവവചനം പറയുന്നു 1 യോഹന്നാൻ 5:19, സർവ്വലോകവും ദുഷ്ടന്റെ ആധീനതയിൽ കടക്കുന്നു. ഈ കുഞ്ഞ് ജനിക്കാൻ പോണ എന്തിനാണെന്നറിയാമോ? ഈ ദുഷ്ടന്റെ സാമ്രാജ്യത്തെ തകർക്കാനാ കുഞ്ഞ് ജനിക്കാൻ പോണേ. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞ് ജനിക്കുന്നുണ്ട്. ഒന്ന് പോയി പഠിക്കാൻ. ഗ്ലോറി. സഭയുടെ പർപ്പസ് 2 വർഷങ്ങൾക്ക് മുമ്പ് എടുത്തൊരു ബൈബിൾ വിഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ്സിൽ നിങ്ങൾ കേട്ടതാ. സഭയുടെ പർപ്പസ്, ദ പർപ്പസ് ഓഫ് റീക്രിയേഷൻ നിങ്ങൾ കേട്ടതാ. ദൈവത്തിന്റെ റീക്രിയേഷൻ, സഭയുടെ പർപ്പസ് എന്താണെന്ന് കേട്ടതാ. ക്രിസ്തു ഇവിടെ വന്നതിന്റെ പർപ്പസ് എന്താണെന്ന് നമുക്ക് കേട്ടതാ. അതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാം.
എന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. എല്ലാം ഞാൻ ഇട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചവയ്ക്കാൻ പിന്നെ ഒന്നുമില്ല. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം മനസ്സിലാക്കാൻ പോകുന്നത് ആ ഇടുക്കു വഴികളെ കുറിച്ചായി നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ അത് നോട്ട് ചെയ്തിട്ടോളുക. ഇവിടുത്തെ രണ്ട് കാര്യങ്ങൾ, രണ്ട് വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോവുകയാണ്. ഒന്ന്, ഒരു ഭാഗം ഫ്രീയും ഒരു ഭാഗം വില കൊടുക്കണമെന്ന് പറഞ്ഞതിനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചേ. 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ സൗജന്യമായ പാർട്ട്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. കൃപ പ്രസംഗിക്കുന്നവർ കേട്ടിട്ടുണ്ട് അല്ലെ? വളരെ നല്ലതാ കൃപ പ്രസംഗിക്കണേ. പക്ഷെ ദേ ആർ ഇൻ ദ ഫസ്റ്റ് പാർട്ട്. ഹല്ലേലൂയ. ദേ ആർ ഇൻ ദ ഫസ്റ്റ് പാർട്ട്, നോട്ട് ഇൻ ദ സെക്കൻഡ് പാർട്ട്. ഹല്ലേലൂയ. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്ര. ഇത് ഫ്രീ പാർട്ട് ഇത് പറയുന്നത്, ഫ്രീ പാർട്ട്. രക്ഷിക്കപ്പെട്ട ഫ്രീ പാർട്ട്, കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഫ്രീ പാർട്ടാണ്. ഹല്ലേലൂയ. ഇത് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. വായിച്ചേ റോമൻസ് 6:23 വീണ്ടും വായിച്ചേ. ഇതും ഫ്രീ പാർട്ടാ. ഫ്രീ പാർട്ട് വീണ്ടും കൺഫേം ചെയ്യുക. പാപത്തിന്റെ ശമ്പളം മരണം, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവ് യേശുവിൽ നിത്യജീവൻ. കൃപ, ദാനം. ആമേൻ. ദാനം. ഇതാണ് ഫസ്റ്റ് പാർട്ട്. നിങ്ങൾ ആ ശ്രദ്ധിച്ച് ആ രണ്ട് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് എവിടെയാന്ന് നോക്കിയാട്ടെ, ശ്രദ്ധിച്ചാട്ടെ. രണ്ട് വാക്യങ്ങൾ എവിടെ എഴുതിയിരിക്കുന്നേ? ഫസ്റ്റ് പാർട്ടിലാ. ഫ്രീ ആണിത്. ആമേൻ. എന്നാൽ ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമുക്ക് അവരെ കാണുവാനായിട്ട് കഴിയും. ഇനി ഇവിടെ വില കൊടുക്കുന്ന ഒരു പാട്ട് നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-25 വാക്യങ്ങളിൽ ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയോട് കർത്താവ് വില പേശുന്നു ജീവനെ കുറിച്ച്. അതാണ് മത്തായി 16-25-26 വാക്യങ്ങൾ. ഇനി ഗലാത്യ ലേഖനം 6:8 വായിച്ച് വില കൊടുക്കുന്ന പാട്ടുകളാണ് ഈ കാണുന്നത്. ആമേൻ. വില കൊടുക്കുന്ന പാട്ടാ. നിത്യജീവനെ എന്ത് ചെയ്യും? ഇത് വെറുതെ കിട്ടുവാണോ? ഇത് വെറുതെ കിട്ടുവാണോ? നിത്യജീവന്റെ രണ്ട് പാട്ടുകളാ, ദൈവരാജ്യത്തിന്റെ രണ്ട് പാട്ടുകളാ. ഇത് വെറുതെ കിട്ടുകയല്ല, ഇത് കൊയ്യുകയാ. എന്തിന്റെ ഫലമായി? എന്തിന്റെ ഫലമായി കൊയ്യുന്നു? ആത്മാവിൽ കുഞ്ഞേ, നീ നിന്റെ ജീവിതകാലത്ത് വിതച്ചതിന്റെ ഫലമായി നീ കൊയ്യുന്ന ഒരു പാട്ടാണിത്. ആമേൻ. നിനക്ക് ഗോതമ്പ് കൊയ്യണമെങ്കിൽ അതിനു മുമ്പ് നീ ഗോതമ്പ് വിതയ്ക്കണോ? ഇവിടെ പറയാം, നീ ആത്മാവിൽ വിതച്ചതിന്റെ ഒരു കൊയ്ത്താണെന്ത്? നിത്യജീവൻ, ദൈവരാജ്യം. ഈ ലോകത്തിൽ നിത്യജീവൻ ഇല്ലാട്ടോ. ലോകത്തിൽ താൽക്കാലിക ജീവൻ. നമ്മുടെ ഫസ്റ്റ് ബുക്ക് വായിച്ചാൽ അറിയാം. സൂക്കേ, മാനുഷിക ജീവൻ. എന്നാൽ ദൈവരാജ്യത്താണ് നിത്യജീവൻ. നിത്യജീവൻ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോ നിത്യജീവൻ ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ജീവനെ കുറിച്ച് പറയുമ്പോ ഇവിടെ പറയണം അത് ദൈവത്തിന്റെ ദാനമാ. ശരിയല്ലേ? നമ്മൾ എല്ലാം ചെയ്തിട്ടാണോ രക്ഷ കിട്ടിയത്? ആമേൻ. ആദത്തിന് എത്ര തരം ജീവനുണ്ടായെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആദം, ഉൽപ്പത്തി പുസ്തകം 2:7 പറയുന്നു, ആദം ജീവനുള്ള ദേഹിയായി. ആമേൻ. ഞാൻ പറയുന്നല്ലോ കേൾക്കുന്നുണ്ടോ? അതിനറിയാവുന്നവരാണോ? ആമേൻ. 2:7 പറയാം, ആദം ജീവനുള്ള ദേഹിയായി. അപ്പൊ ആദത്തിന് എന്തുണ്ടായിരുന്നു? ജീവനുണ്ടായിരുന്നു. പക്ഷെ ആ ജീവൻ അവിടെ ഉണ്ടാകണമെന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷേ ഇനി ആദത്തിന് അടുത്തൊരു സ്റ്റെപ്പ് ജീവൻ കൂടി ഉണ്ട്. എപ്പോഴാണെന്നറിയോ? അത് ആദത്തിനെ ദൈവം ഏൽപ്പിച്ച ജോലിയിൽ വിശ്വസ്തനായി തെളിഞ്ഞാൽ അവൻ എന്ത് കിട്ടും? ജീവവൃക്ഷത്തിന്റെ ഫലവും കൂടി കൊടുത്താൽ ആ ജീവനുള്ള വ്യക്തിക്ക് സമൃദ്ധമായ ജീവനായി തീരും. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? ദൈവം പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇനി അവന് ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി കഴിച്ച അവൻ എന്നേക്കും ജീവിക്കാൻ ഇടവരരുത് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ആമേൻ. അതുകൊണ്ട് ആദത്തിന് 2 ലെവൽ ജീവനായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. യേശു വന്നത് എത്ര ലെവലിൽ ജീവൻ തരാനാ? ആദ്യം തന്നെ അവസാനം കയറി പിടിച്ചു പോലെ. ആമേൻ. യേശു വന്നത് ഒന്ന് ജീവൻ തരാനും, അതായത് ആദ്യം ആദത്തിന് നഷ്ടപ്പെട്ട് തരാൻ. ആമേൻ. പിന്നെ സമൃദ്ധമായത് തരുവാനും. ദൈവം ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തരുമ്പോൾ ഉണ്ടാകുന്നു കൂടി തരുവാനും.
ഇത് രണ്ടും തരുവാനാണ് യേശു വന്നത്. മനസ്സിലായോ? രണ്ടു തരം ജീവൻ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്റെ റെക്കോർഡ് ചെയ്തതിന്റെ കോപ്പി എടുത്തിട്ട് കൊടുക്കാം. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ഒറ്റ പ്രാവശ്യം കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് നിൽക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഈ രണ്ട് ജീവൻ തരുവാനാണ് യേശു വന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ? യോഹന്നാന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിക്കോദിമോസിനോട് പറയുമ്പോൾ വീണ്ടും ജനനത്തെ കുറിച്ച് പറയുന്നു. അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു ജനിച്ച് ദൈവരാജ്യം അവകാശമാക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ആമേൻ. ജനനം രണ്ടെണ്ണായിട്ട് പറയുന്നു. ഹല്ലേലൂയ. ഇവിടെ ജീവനെ കുറിച്ച് പറയുമ്പോൾ ജീവൻ രണ്ടായിട്ട് പറയുന്നു. ഹല്ലേലൂയ. ഇപ്പൊ യേശു നമുക്ക് ജീവൻ തന്നു. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ യേശു നമുക്ക് ജീവൻ തന്നു. ഇന്ന് ആ സ്ത്രീയെ ഞാൻ തന്നെ പറയാം. ഗ്ലോറി ടു ഗോഡ്. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ശ്രദ്ധിച്ചാട്ടെ. ആ സഭയാകുന്ന സ്ത്രീയുടെ ഗർഭപാത്രത്തിലുണ്ട് ഞാനും നിങ്ങളും. മനസ്സിലായോ? ജെറമിയോട് പറയാം, നീ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവായ നിമിഷം. ആമേൻ, ഹല്ലേലൂയ. ജന്മം നടന്നു എവിടെ? ഗർഭപാത്രത്തിൽ. ഇന്ന് നമ്മുടെ ജന്മം നടന്നു എവിടെയാണെന്നറിയാമോ? സഭയാവുന്ന സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ. ഹല്ലേലൂയ. ഗർഭപാത്രത്തിൽ ജനനം നടന്നു, പക്ഷെ പ്രസവം നടന്നിട്ടില്ല. ഇനി ആ സഭയാകുന്ന സ്ത്രീയുടെ ആ ഗർഭപാത്രം ഒരു ഇൻക്യുബേറ്ററാ. അവിടെ ഈ ശിശു വളരണം. ആ ശിശു വളരണം എവിടെ നിന്ന് എങ്ങോട്ടേക്കാണെന്നറിയാമോ? ഈ ലോകത്തില് ഒരു ശിശു എന്ന തലത്തിൽ നിന്ന് പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിലേക്ക് വളരുമ്പോൾ യേശു പറഞ്ഞു, എന്റെ രാജ്യത്തിൽ അങ്ങനെയല്ല വളർച്ച. എന്റെ രാജ്യത്തിലെ വളർച്ച തല തിരിഞ്ഞതാ. ശിഷ്യന്മാർ യേശുവിന്റെ പുറകെ മത്തായി 18-ാം അധ്യായത്തിൽ യേശുവിന്റെ പുറകെ വരികയാ. ഞങ്ങളിൽ ആരാണ് സ്വർഗത്തിലെ സെക്രട്ടറി, ആരാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തെ തർക്കമിട്ടുകൊണ്ട് വരികയാ. യേശു അവരോട് പറയാനിടയായി, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കയറുമെന്നുള്ള ഉറപ്പാ. ഇത് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം ഇല്ലേ? കാരണം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അവിടെ ഉണ്ടെന്ന്. ഇനി അവിടുത്തെ സെക്രട്ടറിയും പ്രസിഡന്റും ആരാണെന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. യേശു പറഞ്ഞു, ഇങ്ങ് വിളിച്ചിട്ട് പറഞ്ഞു, അതേ അവിടെ കയറണ കാര്യമൊക്കെ പിന്നെ നമുക്ക്, അവിടുത്തെ വലിയ ആളാകണ കാര്യം പിന്നൊക്കെ തീരുമാനിക്കാം. ആദ്യം കയറണ കാര്യം തീരുമാനിക്കണ്ടേ? അമ്മേ, അവിടെ യേശു പറഞ്ഞു, ഒരു വളർച്ച ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കയറാൻ പറ്റും എന്ന് ചുമ്മാ പറയല്ല, ഞാൻ സത്യം ചെയ്തു പറയുന്നു. ഹല്ലേലൂയ. സത്യം ചെയ്തു പറയുന്നു. ഇവരിങ്ങനെ വലിയ ശിഷ്യന്മാര്, ഇങ്ങനെ താടിയൊക്കെ ഉള്ള വലിയ കർത്താവ് പറഞ്ഞു, ഒരു ശിശുവിനെ കൂട്ടം അടുത്തെടുത്ത് പറഞ്ഞു, നിങ്ങൾ വളരണം. എങ്ങോട്ട് വളരണം? ഈ പ്രായപൂർത്തിയായ നിങ്ങൾ വളർന്ന് ഒരു ശിശുവാകണം. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളൊരു ശിശു ആയില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കത്തില്ലെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. മനസ്സിലായോ? ആമേൻ. സഭയാകുന്ന സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവിക്കണമെങ്കിൽ ഒരു വലിയ വ്യക്തിയല്ല പ്രസവിക്കണേ, ശിശുവിനെ പ്രസവിക്കണേ. ആമേൻ, ഹല്ലേലൂയ. വലിയ വ്യക്തിയെ പ്രസവിക്കുന്ന ആൺകുട്ടിയല്ല, പെൺകുട്ടിയെ പ്രസവിക്കുന്ന വേറൊരു സ്ത്രീ അപ്പുറത്തുണ്ട്. വെളിപ്പാട് 17-18 പറയും ആ സ്ത്രീയെ കുറിച്ച്. ആ സ്ത്രീ പ്രസവിക്കുന്നത് കുട്ടികളെ ഒന്നുമല്ല, സ്ത്രീകളെയാ പ്രസവിക്കണേ. പ്രസവിക്കുന്ന സ്ത്രീകളെല്ലാം ആ സ്ത്രീയോ വേശിയാ, പ്രസവിക്കുന്നൊക്കെ വേശിയാ. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അത് അവൾ ബാബിലോൺ, അവൾ പ്രസവിക്കുന്നത് മുഴുവൻ വേശ്യമാരെയാ പ്രസവിക്കുന്നത്. എന്താ വേശ്യാവൃത്തി? ദൈവത്തിന്റെ വചനം യാക്കോബ് 4:4 പറയാ, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാ. വ്യഭിചാരികളെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? എന്താ വ്യഭിചാരം? ലോകസ്നേഹം. ആമേൻ. അവിടെയും ഭയങ്കരമായ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. പക്ഷെ ജനിക്കുന്നതൊക്കെ ആരാ? ലോകസ്നേഹികളാ. ദൈവരാജ്യത്തെ അല്ല, ലോകത്തെയാ സ്നേഹിക്കുന്നത്. ആമേൻ. ഈ രണ്ട് ശുശ്രൂഷകൾ രണ്ട് തലങ്ങളിൽ നടന്നു പോകുന്നുണ്ട് പ്രിയരെ. ഇതൊക്കെ ധാരാളം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാ. പക്ഷെ നിങ്ങൾ തൊട്ട് പോവുകയാ. നിങ്ങൾ ഈ വചനം കേട്ട് ഇരുന്ന് ധ്യാനിക്കാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. ആമേൻ. അപ്പോൾ നിത്യജീവൻ നാം ആത്മാവിൽ വിതച്ചതിന്റെ റിസൾട്ടാ. നാം വാങ്ങേണ്ടതാ. സ്വർഗരാജ്യം നാം വാങ്ങേണ്ടതാ. ഇനി അടുത്തൊന്ന് വായിച്ച് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. ഗ്ലോറി, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-ാം വാക്യം. യേശു വാങ്ങിച്ചത്. അപ്പോ സ്വർഗരാജ്യം വാങ്ങേണ്ടത് എങ്ങനെയാ വാങ്ങേണ്ടത്?
വില കൊടുക്കണം. തനിക്കുള്ളത് വിറ്റ് വാങ്ങണം. ഇത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങി. യേശു കൊടുത്തായിരുന്നുവല്ലോ വാങ്ങാനായിട്ട്. എന്താ കൊടുത്തേ? തന്റെ ജീവനെ കൊടുത്തു, ഇല്ലേ? അവസാനത്തുള്ള രക്തം വരെ കൊടുത്തു. തന്റെ ജീവനെ കൊടുത്തില്ലേ? മുത്തുറുകാര്യം വില കൊടുത്തല്ലേ വാങ്ങണേ. ഇനി നമ്മളെ കുറിച്ച് അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, 45-ാം വാക്യത്തില്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒരു വ്യാപാരിക്ക് തുല്യനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വായിച്ചോളൂ. ഒരു വ്യാപാരിയുടെ സദൃശ്യം. സ്വർഗരാജ്യത്തെ കുറിച്ച് പറയണേ. ഇത് രക്ഷയെ കുറിച്ചല്ല. രക്ഷ ഫ്രീയാ. സാൽവേഷൻ ഈസ് ഫ്രീ. ഇത് സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുന്നത്. ഒരു വിലയേറിയ മുത്തന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. വിലയേറിയ മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റു അത് വാങ്ങി. വാങ്ങണോ? അതോ ഫ്രീ ആയിട്ട് ഇടാൻ കാത്തിരിക്കണോ? വാങ്ങുക. എന്തൊക്കെ വിൽക്കണം? എന്തൊക്കെ വിൽക്കണം? എന്തൊക്കെ വിൽക്കണം? തനിക്കുള്ളതെല്ലാം കൊടുക്കണം. യേശു എന്താ ചോദിച്ചേ? നിന്റെ ജീവനെ ഇങ്ങ വരാൻ. യേശു എന്താ ചോദിച്ചേ? ഞാൻ തരാം. നിന്റെ ജീവനെ ഞാൻ മടക്കി തരാം. നീ എന്ത് ചെയ്യണം? നിന്റെ ജീവനെ എനിക്കായിത്താ. നിന്റെ ജീവനെ എനിക്കായിത്താ. ഹല്ലേലൂയ. നമുക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. കർത്താവേ, ഞാനിതൊക്കെ തന്നത് എനിക്കൊന്ന് ജീവിക്കാൻ വേണ്ടിയാ. ഇല്ല, അകത്ത് പലരും പറയുന്നുണ്ട്. അവരൊക്കെ മുഖം കണ്ടാൽ അറിയാം. കർത്താവിനെ യഥാർത്ഥം സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതാ കർത്താവേ ഞാൻ എന്ന് പറഞ്ഞങ്ങ് പോയനെ. ഇതങ്ങനെയല്ല. കൊടുക്കണോ? ഇത് എങ്ങനെ ഞാൻ കൊടുക്കും? ഇത്രയും നാള് ഞങ്ങളോട് പറഞ്ഞത് നീ അങ്ങ് പറഞ്ഞാ ഒരു നിനക്ക് അങ്ങ് കിട്ടൂന്നാ. ഇപ്പൊ പറയണു കിട്ടൂന്നല്ല, കൊടുക്കണോന്നോ. ഇത് പറഞ്ഞ പരിപാടി ശരിയാകത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം പോലെ ആയിപ്പോകും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അറിയോ നിങ്ങൾക്ക്? വളരെ രസകരമായ കാര്യമാണ്. ആ അധ്യായം തുടങ്ങുമ്പോ മൾട്ടിറ്റ്യൂഡാണ് യേശുവിന്റെ കൂടെ. ജന ഇങ്ങനെ പുറകെ കൂടുക. അവസാനം യേശു ഈ തന്റെ മാംസം തിന്നുന്ന കാര്യവും ഈ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോ ആളിലങ്ങ് പൊഴിയാൻ തുടങ്ങി. അങ്ങനെ പൊഴിഞ്ഞു അവസാനം 12 പേര് മാത്രമായി. അപ്പൊ ഉടനെ തന്നെ യേശു 12 പേരോട് ചോദിക്കുക, നിങ്ങൾ പോകരുത് കേട്ടോ, നമ്മുടെ സഭയുടെ കാര്യം എന്നല്ല പറഞ്ഞേ. യേശു ഉടനെ പറയുന്ന കാര്യം ഇതാണെന്നറിയാമോ? നിങ്ങൾക്കും പോകുവാൻ മനസ്സില്ലേ? ഉടനെ പത്രോസ് ചാടി കയറി പറയാ, ഞങ്ങൾ എവിടെ പോകും? വിടുതലിന്റെ വചനങ്ങൾ നിന്റെ അടുക്കൽ ഉണ്ടല്ലോ എന്നല്ല പറഞ്ഞേ. അവർക്ക് ഇത്രയും ജനങ്ങൾക്ക് ബുദ്ധി ഉദിച്ചില്ലേലും പത്രോസിന് ബുദ്ധി ഉദിച്ചു. ദൈവത്തിന്റെ ബുദ്ധി. പത്രോസ് ഇപ്പൊ അന്വേഷിക്കണത് ലോകമല്ല. പത്രോസ് ഇപ്പൊ അന്വേഷിക്കണത് ദൈവരാജ്യമാണ്. പത്രോസ് പറഞ്ഞ കാര്യം എന്നറിയാമോ? നിത്യജീവന് ചില മൊഴികൾ ആവശ്യമാണ്. ആ മൊഴികൾ ഇവിടെ എങ്ങും കിട്ടാനില്ല. പക്ഷെ നിന്റെ അടുക്കൽ ആ മൊഴികളുണ്ട്. ഞങ്ങൾക്ക് ആ മൊഴി വേണം. ആ മൊഴി ഉണ്ടെങ്കിൽ അവിടെ എത്താൻ പറ്റൂ. നിത്യജീവന്റെ മൊഴിയില്ലാത്ത ഒരു ലോകമായി കാണുന്ന ലോകം. എന്നാൽ ചിലതിന്റെ കയ്യില് ഈ മൊഴിയുണ്ട്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് ചിലതിന്റെ കയ്യിൽ. എല്ലാത്തിന്റെ കയ്യിൽ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതിന് വില വേണം. വില മുടക്കിയ ചിലതുണ്ട്. അവരുടെ കയ്യിൽ ഇത് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഹല്ലേലൂയ. 13 ലേഖനങ്ങൾ വിശുദ്ധ പൗലോസിലൂടെ നമുക്ക് തന്നത് അദ്ദേഹം ചുമ്മാ ചാടിക്കളിച്ച് നടന്നതുകൊണ്ടല്ല. അദ്ദേഹത്തിന്റെ മനസ്സ് കണ്ടോ? നമ്മളല്ലേ പറയുന്നേ, യേശുക്രിസ്തു അത് സഹിച്ചതുകൊണ്ട് നമ്മൾ ഇനി സഹിക്കേണ്ടത്, യേശുക്രിസ്തു സഹിച്ചതുകൊണ്ട് അത് സഹിക്കേണ്ട, യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചോണ്ട് നമുക്ക് കഷ്ടം അനുഭവിക്കേണ്ട, നമ്മുടെ പ്രസംഗങ്ങളല്ലേ. എന്നാ പൗലോസ് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത് ഇതാ ഞാൻ എന്റെ ജഡത്തിൽ സഭയാകുന്ന അവന്റെ ശരീരത്തിന് വേണ്ടി ഇതാ ഞാൻ പൂരിപ്പിക്കുന്നു. വില കൊടുക്കാൻ ഞാൻ തയ്യാറാന്ന പുള്ളി പറയണേ. ഇതാ സ്വർഗം 13 ലേഖനങ്ങൾ അദ്ദേഹം വഴി ഇറക്കി വിട്ടു. സഭയ്ക്ക് അത് ഗുണമാണ്. നിങ്ങൾ കാണുന്നില്ലേ ആ പുസ്തകങ്ങള് ലോകത്തിന്റെ കോപ്പിയല്ലാതെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാ. അതുകൊണ്ട് അത് വായിക്കുമ്പോൾ ആളുകൾ മാറുന്നത്, ദൈവദാസന്മാർ മാറുന്നത്. ഹല്ലേലൂയ. ഒരു വില മുടക്കിയാൽ കർത്താവ് എന്താ നമ്മളോട് പറഞ്ഞേ? ഈ ലോകത്തിലെ ജനങ്ങളൊക്കെ വെറും കൺസ്യൂമേഴ്സാ. നമ്മളും എന്ത് തന്നെ കൺസ്യൂമേഴ്സാ. കൺസ്യൂം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോരട്ടെ, ചപ്പാത്തി പോരട്ടെ, പൊറോട്ട പോരട്ടെ, കുബൂസ് പോരട്ടെ, അരി പോരട്ടെ, ചോറ് പോരട്ടെ, എല്ലാം പോരട്ടെ. ഇവിടുന്ന് ഒന്നും അങ്ങോട്ട് കൊടുക്കില്ല. എല്ലാം ഇങ്ങോട്ട് പോരട്ടെ, കൺസ്യൂം ചെയ്യാം.
പക്ഷേ ഒരു ദൈവപൈതൽ ആരാന്നറിയാമോ? ഹീസ് എ കോൺട്രിബ്യൂട്ടർ. ഹീസ് എ കോൺട്രിബ്യൂട്ടർ. അവൻ കൺസ്യൂം ചെയ്യുന്നതിനേക്കാൾ ഉപരി അവൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. അവൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ലോകത്തിൽ നിന്ന് എടുത്തതല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി അത് ലോകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതാ ദൈവപൈതല്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ്, നിങ്ങൾ ആരാണെന്നറിയാമോ ഭൂമിയുടെ ഇത്തിക്കണ്ണിയാന്നാ പറഞ്ഞേ. അല്ല, ഞാൻ നമ്മളെ കുറിച്ച് നോർമലി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇത്തിക്കണ്ണി എന്താ ചെയ്യണേ? ഇങ്ങ പോരട്ടെ നമ്മൾ ആരാധിക്കാൻ തന്നെ എന്തിനാ? ഇങ്ങ പോരട്ടെ പറയാനല്ലേ. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് പറഞ്ഞത് ഇത്തിക്കണ്ണി എന്നല്ല, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പ് എന്താ ചെയ്യാ? അങ്ങോട്ട് കൊടുക്കത്തേ ഉള്ളൂ. ഒരു ഫുഡിലേക്ക്, കറിയിലേക്ക് ഒരു കഷ്ണം ഉപ്പുകല്ല് വീണേ, ഉപ്പുകല്ല് എന്താ ചെയ്യണേ? അതിന്റെ ഉള്ളിലെ സോൾട്ടിനെസ്, ഉപ്പ് രസം, അത് ആ കറിയിലേക്ക് പകർന്നു കൊടുക്കുക. അത് ഏത് ഭക്ഷണത്തിനാണ് പകർന്നു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? ആ കറിക്ക് രുചി ഉണ്ടാക്കുക, ആ ഭക്ഷണത്തിന്റെ രുചി ഉണ്ടാക്കുക. അതുപോലെ കർത്താവ് പറയാം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ, ഭൂമിയുടെ സ്വർഗീയത നിങ്ങളുടെ അകത്തുണ്ട്. ഈ സ്വർഗീയത ഈ ലോകത്തിലേക്ക് നിങ്ങൾ റിലീസ് ചെയ്യണം. ആ സോൾട്ട് നിങ്ങൾ റിലീസ് ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ. ഇതാ യഥാർത്ഥ ദൈവപൈതങ്ങള്. എങ്ങനെയാ റിലീസ് ചെയ്യുക? ചുമ്മാ ഒച്ചയുണ്ടാക്കിക്കൊണ്ടല്ല. പൗലോസ് പറഞ്ഞതുപോലെ, ഇതാ ഞാൻ എന്റെ ജഡത്തിൽ അത് പൂരിപ്പിക്കുന്നു. ഇതാ കർത്താവ് യേശു റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞില്ലേ, യോഹന്നാൻ 12:24, നിങ്ങൾ ഗോതമ്പ് മണികളാ. ആമേൻ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. ചത്താലോ അതിന്റെ ഉള്ളിൽ നിന്ന് സ്വർഗീയത, ദൈവം അതിന്റെ ഉള്ളിൽ നിക്ഷേപിച്ച ജീവൻ വെളിയിലിറങ്ങും. അത് അനേകർക്ക് പ്രയോജനകരമായി തീരും. നമ്മുടെ ബുക്ക് നമ്പർ 2 വായിച്ചോ, ഇതിന്റെ ഡീറ്റെയിൽ അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ചത്താൽ ഇത് വളരെ പ്രയോജനകരമായി തീരും. ഗ്ലോറി ടു ഗോഡ്. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, ആത്മാവിൽ വിതച്ചാൽ നീ ആത്മാവിൽ നിത്യജീവനെ കൊയ്യുവാനായിട്ട് ഇടയാകും. അപ്പൊ നിത്യജീവൻ നാം വിതച്ചതിന്റെ ഒരു കൊയ്ത്താം. ഇതാണ് വില കൊടുക്കുക എന്ന് പറയുന്നതിന്റെ കാര്യം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിനമേ, ഇവിടുന്ന് ഞാൻ പെട്ടെന്ന് മടങ്ങിപ്പോകാം. ചില പോയിന്റുകൾ അവിടെ ഇവിടെ ഇടുന്നതേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസങ്ങൾ ഇരുന്ന് മനസ്സിലാക്കേണ്ട ക്ലാസ്സുകളാ നമ്മൾ ഒറ്റയടിക്ക് പെട്ടെന്ന് കടന്നു പോകുന്നത്. റെക്കോർഡ് ചെയ്ത കോപ്പി ഞാൻ ഇവിടെ കൊടുത്തിട്ട് പോകും. നിങ്ങൾ വായിച്ച് നിങ്ങളത് വീണ്ടും കേട്ട് മനസ്സിലാക്കുക. ഗ്ലോറി ടു ഗോഡ്. ശ്രദ്ധിച്ചാട്ടെ, ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് മറന്നു പോകരുത്. ധാരാളം ക്ലാസ്സുകൾ ഞാൻ ബൈപ്പാസ് ചെയ്തു പോവുക. ചില ദേവദാസന്മാരൊരു സംശയം ചോദിച്ചു. ഒരു വാക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ കടന്നു പോവുകയാണ്. ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞു. എന്താ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ? പലർക്കും അറിഞ്ഞുകൂടാ. ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ സ്വർഗരാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് അറിഞ്ഞുകൂടാ. സ്വർഗം എന്ന് പറഞ്ഞാൽ, ഭൂമി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലേസ്. ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ പ്ലേസ്. സ്വർഗം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പിരിച്വൽ പ്ലേസ്. സ്വർഗത്തിലെ രാജാവിന്റെ പേരാ ഗോഡ്, ദൈവം. ആമേൻ. അല്ലെങ്കിൽ സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം. അലക്സാണ്ടർ രാജ്യമാണ് ഗ്രീക്ക്. ആമേൻ. അലക്സാണ്ടർ ഓരോ രാജ്യങ്ങളും പിടിച്ചു വന്നു. ഇപ്പോ മിഡിൽ ഈസ്റ്റ് അലക്സാണ്ടർ പിടിച്ചു. മിഡിൽ ഈസ്റ്റ് അലക്സാണ്ടർ പിടിച്ചാൽ മിഡിൽ ഈസ്റ്റ് ആരുടെ രാജ്യമായി മാറി? അലക്സാണ്ടറുടെ രാജ്യമായി മാറി. അതിന് 2 പേര് പറയാം. ഒന്ന് കിങ്ഡം ഓഫ് അലക്സാണ്ടർ ഓർ കിങ്ഡം ഓഫ് ഗ്രീക്ക്. മനസ്സിലായോ? ഹല്ലേലൂയ. ഇതേപോലെ ഇന്ന് ഈ പ്ലാനറ്റ് ആരുടെ കീഴിൽ കിടക്കണേ? പറഞ്ഞേ. പിശാചിന്റെ കീഴിൽ കിടക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, സാത്താൻ എതിർത്താൽ പിന്നെ അവന്റെ കിങ്ഡം എങ്ങനെ നിലനിൽക്കും? അവൻ എന്തുണ്ട്? കിങ്ഡം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ആരുടെ ഇഷ്ടമാണ് നിറവേറുന്നേ? പിശാചിന്റെ ഇഷ്ടമാണ്. ആരിലൂടെ? നമ്മളിലൂടെ. അത് ധൈര്യമായിട്ടങ്ങ് പറഞ്ഞോ. ഏമേ. അല്ലെങ്കിൽ അത് സത്യമുള്ള കാര്യമോ? പക്ഷെ നമ്മൾ സമ്മതിക്കത്തില്ലെന്നുള്ളൂ. ഞാൻ സമ്മതിക്കുന്നല്ലോ. ഞാൻ എപ്പോഴൊക്കെ സ്വയം ത്യജിക്കാതിരിക്കുമോ അപ്പോഴൊക്കെ എന്നിലൂടെ പിശാചിന്റെ ഇഷ്ടമാണ് നിറവേറുന്നത്. പക്ഷെ എപ്പോഴൊക്കെ ഞാൻ സ്വയം ത്യജിക്കുമോ അപ്പോഴൊക്കെ ദൈവം എന്നിലൂടെ ഭൂമി ഭരിക്കുക.
ഗ്ലോറി, ഹല്ലേലൂയ, സിമ്പിൾ. ഗ്ലോറി ടു ഗോഡ്. ദൈവരാജ്യം ഇവിടെയുണ്ട്. പക്ഷെ ഞാൻ സ്വയം ത്യജിക്കണം. അതാ കർത്താവ് ഫസ്റ്റ് റിക്വയർമെന്റ് പറഞ്ഞ്, ഇഫ് യു വാണ്ട് ടു ഫോളോ മീ യു ഷുഡ് ഡിനൈ യുവർ സെൽഫ്. ആമേ. നീ എന്നെ അനുഗമിക്കാൻ ചെയ്യാം, നീ ആദ്യം നിന്റെ സ്വയത്തെ ത്യജിക്കണം. അത് പറ്റാതെയാണ് നമ്മൾ നോക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അങ്ങുവാ. ഹല്ലേലൂയ. അതല്ല, ദൈവരാജ്യം അവിടെ വരത്തില്ല. ഗ്ലോറി ടു ഗോഡ്. അപ്പോ മനസ്സിലാക്കിക്കോ പ്രിയരെ, ഈ സാത്താൻ എന്നിവിടെ ഭരിക്കുന്നേ നമ്മളിലൂടെ. എന്നാൽ സാത്താന്റെ കിങ്ഡത്തെ ഇവിടെ നിന്ന് മാറി ദൈവത്തിന്റെ കിങ്ഡം ഇവിടെ വന്നാൽ നമ്മളിലൂടെ ദൈവം ഭരിക്കുന്നതാണ് ദൈവരാജ്യം. എന്താ രാമരാജ്യം? രാമൻ ഭരിക്കുന്ന രാജ്യമാ രാമരാജ്യം. എന്താ ദൈവരാജ്യം? ദൈവം ഭരിക്കുന്ന രാജ്യമാ ദൈവരാജ്യം. മനസ്സിലായി? എളുപ്പമല്ലേ? മനസ്സിലായില്ലേ? പക്ഷെ ഇന്ന് ദൈവരാജ്യം എവിടെയുണ്ട്? നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? അനുഭവിക്കാം. ഒരു മാർഗം പറഞ്ഞു തരാം. അനുഭവിക്കാം. ദൈവരാജ്യം ഇവിടെയുണ്ട്. റോമൻസ് 14:17 പറയുക, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി, സമാധാനവും പരിശുദ്ധാത്മാവിന്റെ അന്തരീക്ഷത്തിലുള്ള സന്തോഷവുമാണ്. പരിശുദ്ധാത്മാവാണ് ഇന്ന് ദൈവരാജ്യം ഭൂമിയിൽ ഫർണിഷ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മുടെ സോളിലില്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ ബോഡിയിലില്ല, പരിശുദ്ധാത്മാവ് ആത്മാവിലുണ്ട്. ആമേൻ. പുസ്തകം നമ്പർ 1 വായിക്കേ. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലുണ്ട്. ഒരു ക്രിസ്തുവിനോട് ചേരുമ്പോൾ ക്രിസ്തുവുമായി ഏകാത്മാവായി. 1 Corinthians 6:17 ഏകാത്മാവായി. അപ്പൊ നമ്മുടെ അകത്ത് ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. പക്ഷെ നമ്മൾ നടുവിൽ കയറി നിൽക്കുന്നിടത്തോളം ഈ പരിശുദ്ധാത്മാവ് ഒന്നും ചെയ്യത്തില്ല. നമ്മുടെ സ്വയം നടുവിൽ കയറി നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ആത്മാവിലുള്ള പരിശുദ്ധാത്മാവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ സ്വയം ത്യജിച്ചാൽ, നമ്മുടെ സ്വന്തം ഇഷ്ടം ത്യജിച്ചാൽ, ആ നിമിഷം നമ്മളിലൂടെ ദൈവരാജ്യം ഭൂമിയിലാണ്. ഇന്ന് ദൈവരാജ്യം ഇവിടെയുണ്ട്. ദൈവരാജ്യം ഇവിടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. എക്സ്പ്ലെയിൻ ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ശ്രദ്ധിച്ചേ. ഇതാണ് നിത്യതയുടെ ഡോട്ടർ ലൈനാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ഏതൻ പീരീഡാണ്. ആദം ജീവിച്ചിരുന്നു, ജീവനുണ്ടായിരുന്ന സമയം. എന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ പക്ഷം തിന്മ നീ മരിക്കും എന്ന് കർത്താവ് പറഞ്ഞു. അനുസരണക്കേട് കാണിച്ചു. അവൻ തിന്നു, അവൻ മരിച്ചു. അവൻ ന്യായപ്രമാണത്തിന്റെ കീഴിലായി. ചത്തതിനാ ന്യായപ്രമാണം, ജീവനുള്ളതിനല്ല. ഹല്ലേലൂയ. ചത്തതിനാ ന്യായപ്രമാണം, ജീവനുള്ളതിനല്ല. കുഷ്ഠരോഗിയുടെ ത്വക്കൊക്കെ ചത്തിരിക്കുക. നിങ്ങൾക്കറിയാമോ? കുഷ്ഠരോഗിക്കാ നിയമം വേണ്ടത്. ചത്തതിന് തീയിൽ തുടരുത്. നമ്പർ 1 ലോ നമ്പർ 1, തീയിൽ തുടരുത്, നിന്റെ കൈ പൊള്ളി പോകും. കനലിലൂടെ നടക്കരുത്. നമ്പർ 2 10 കൽപ്പനകൾ. ആമേ. കാരണം കനലിലൂടെ നടന്നാൽ നിന്റെ കാല് പൊള്ളി പോകും. കാരണം ഇവന് കാല് പൊള്ളിയാൽ അറിയത്തില്ല. ഹല്ലേലൂയ. ആത്മാവിൽ മരിച്ചവന് പാപം ചെയ്താലും അറിയത്തില്ലെന്നേ. ഹല്ലേലൂയ. അവനാ നിയമം വേണ്ടത്. ഹല്ലേലൂയ. ചത്തതിന് നിയമം. ഹല്ലേലൂയ. ചത്തതിന് നിയമം, ജീവനുള്ളതിന് നിയമം വേണ്ട. അങ്ങനെ ചത്തവനാണ് ഇതാ 10 കൽപ്പന കൊടുത്തു. ആമേൻ. ഇനി ജീവൻ തരികയാണ്. യേശു വരികയാണ് ജീവൻ തരുവാനും സമൃദ്ധിയായി തരുവാനും. ലൂക്കോസ് 16:16 പ്രവാചകന്മാരായ പ്രമാണത്തിന്റെ പ്രവാചകന്മാരുടെ കാലം സ്നാപക യോഹന്നാൻ വരികയായിരുന്നു. അന്ന് മുതൽ ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. കാലം മാറി. ഗ്ലോറി ടു ഗോഡ്. കാലം മാറി. തുടർന്ന് എന്ത് സംഭവിച്ചു? യേശു വന്നു. കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ചത്തവന് ജീവൻ കൊടുത്തു. ആമേൻ. ചത്തവന് ജീവൻ കൊടുത്താൽ പിന്നെ അവനോട് പറയണോ? നിങ്ങളുടെ ശരീരത്തിന് ജീവനില്ലെങ്കിലല്ലേ തീ തുടരെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ചത്തതിന് ജീവൻ കൊടുത്താൽ തീരെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അറിയാം ഇത് തീയാണ്. അവൻ തൊടത്തില്ല. ഇന്ന് യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച വ്യക്തികൾ നിങ്ങൾക്ക് അറിഞ്ഞു, നിങ്ങൾ പാപത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആരും നിങ്ങളോട് പറയേണ്ടത് പാപമാണെന്ന്. നിങ്ങളുടെ അകത്തൊന്ന് പറയൂ, മോനെ ചെയ്യല്ലേ, പാപമാ. അതിന്റെ അർത്ഥം നിനക്ക് ജീവനകത്തുണ്ടെന്ന പാപമാണെന്ന് പറഞ്ഞു തരും. കാരണം നിനക്ക് ജീവൻ കിട്ടി. ഇനി നിനക്ക് ന്യായപ്രമാണം വേണ്ട. അകത്തുനിന്ന് പറഞ്ഞ ആത്മാവിനനുസരിച്ച് ജീവിച്ചാൽ മതി. അതുകൊണ്ടാ പറയുന്നത്, ആത്മാവിനനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. മനസ്സിലായോ? അല്ല എങ്കിൽ പ്രിയരെ നാം പരാജയപ്പെട്ടു പോകാനിടയാകും. വചനം പറഞ്ഞതനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ഈ വ്യക്തിക്ക് ജീവൻ കിട്ടി. ഇന്ന് ഈ പീരീഡിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് ഭൂമിയിൽ ദൈവരാജ്യം ഉണ്ട് പരിശുദ്ധാത്മാവിലൂടെ. ഇതിന്റെ 1ാം ഘട്ടം മാത്രമായിട്ടുള്ളൂ. ഇതിന് 3 ഘട്ടങ്ങളുണ്ട്. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എടുത്ത് 5 പറമാവിലല്ല, 2 പറമാവിലല്ല, 3 പറമാവിൽ ഒളിച്ചു വെച്ച പുളിപ്പിന് സദൃശ്യമാണ്. പുളിപ്പിനെ എന്തിനാ കാണിക്കുന്നത്? പുളിപ്പ് വളരും. ആമേൻ. ദൈവരാജ്യം വളരും. ഹല്ലേലൂയ. ഇന്ന് ഭൂമിയിലെ ദൈവരാജ്യം ഫർണിഷ് ചെയ്തിരിക്കുന്നത് പിതാവായ ദൈവമല്ല, പുത്രനായ യേശുക്രിസ്തു അല്ല, പരിശുദ്ധാത്മാവാ. അതുകൊണ്ട് റോമലേഖനം പറയുന്നത് പരിശുദ്ധാത്മാവുള്ള സന്തോഷമാ ഇന്ന് ദൈവരാജ്യം. എന്നാൽ അടുത്ത സ്റ്റേജ് അതല്ല. ആമേൻ. അത് 1ാം പറമാവിൽ നിന്ന് പുളിപ്പ് വളരുന്ന പോലെ 2ാം പറമാവിലേക്ക് വളരാൻ പോവുക. അടുത്ത സ്റ്റേജ് പരിശുദ്ധാത്മാവ് യേശുവിനോട് ചേരും. ആമേൻ. യേശുവിനോട് ചേർന്ന് യെരുശലേം തലസ്ഥാനമാക്കി 1000 വർഷ ഭരണം കർത്താവ് യേശു കാഴ്ചവെക്കും. ഇതാ ദൈവത്വത്തിന്റെ 2ാം ഭാഗവും ഭൂമിയിലേക്ക് ഇറങ്ങി.
എന്തായിരുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞേ? സ്വർഗം ഭൂമിയിൽ ഇറങ്ങണം. അമ്മേ, അതിന്റെ രണ്ടാം ഭാഗവും ഭൂമിയിൽ ഇറങ്ങും 1000 വർഷ ഭരണകാലത്ത്. ആമേൻ. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ, ദൈവത്വത്തിന്റെ 2 ഭാഗവും ഭൂമിയിൽ എത്തിക്കഴിഞ്ഞു. ഹല്ലേലൂയ. അതാണ് ഈ കാണുന്ന രണ്ടാം ഭാഗം. ഫസ്റ്റ് ഭാഗം കിങ്ഡം ഓഫ് ഗോഡ് ത്രൂ ഹോളി സ്പിരിറ്റ്. സെക്കൻഡ് പാർട്ട് കിങ്ഡം ഓഫ് ഗോഡ് ത്രൂ ജീസസ്. ഹല്ലേലൂയ. 1000 വർഷം യേശു ക്രിസ്തു ജെറുസലേം തലസ്ഥാനമാക്കി ഭൂമിയെ അടക്കി വാഴാൻ പോവുകയാണ്. ആമേൻ. എന്നാൽ 1000 വർഷത്തിന് ശേഷം ഇനി പരിശുദ്ധാത്മാവല്ല നേരിട്ട്, യേശുവല്ല നേരിട്ട്, ഇതാ പരിശുദ്ധാത്മാവ് യേശു പിതാവിനോട് ചേരാൻ പോവുകയാണ്. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ഇനി അവൻ താൻ ഭൂമിയെ വാഴു. തന്റെ കുഞ്ഞുങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ തുടച്ചു മാറ്റ്. അവിടെ കരച്ചിലില്ല, മുറവിളിയില്ല, ഒന്നുമില്ല. ഇതാ സ്വർഗം ഭൂമിക്ക് ഇറങ്ങി. ഇതാ കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിപ്പേ, അങ്ങയുടെ രാജ്യം വരണമേ. ഇത് വെളിപ്പാട് പുസ്തകം 21 സംഭവിക്കും. ഹല്ലേലൂയ, ഗ്ലോറി. നിങ്ങൾ ഇതിൽ പോയിരുന്ന് ധ്യാനിച്ചോ. ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ഗ്ലോറി, ഹല്ലേലൂയ. പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരൂശലേമും എല്ലാം ഭൂമിയിൽ കാണുവാനിടയാകും. ഗ്ലോറി ടു ഗാഡ്. ഇതാ ദൈവരാജ്യം അന്വേഷിക്കാൻ പറയുന്നത്. ഇതാണ് നമ്മൾ ജീവിക്കേണ്ട സ്ഥലം. പ്രിയരെ, യേശു നമ്മളെ മരണമില്ലാത്തവനാക്കി മാറ്റി. യേശു നമ്മളെ മരണമില്ലാത്തവനാക്കി മാറ്റി. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അവൻ ജീവിക്കും. ഇപ്പൊ നമുക്ക് എന്തില്ല? അപ്പോ നമുക്ക് എന്തില്ല? നമുക്ക് എന്നാ ഇല്ല? മരണമില്ല. അപ്പൊ മരണമില്ലാത്തവന് ഏത് വീടാ വേണ്ടേ? ഇവിടുത്തെ 20 വർഷം നിൽക്കുന്ന കോൺക്രീറ്റ് ഭവനാണോ വേണ്ടേ? 20 വർഷം നിൽക്കുന്ന കോൺക്രീറ്റ് ഭവനാണോ വേണ്ടേ? നിനക്ക് അവസാനമില്ലാത്തൊരു വീട് വേണം. അവസാനമില്ലാത്തൊരു രാജ്യം വേണം. യേശു നിന്നെ മരണമില്ലാത്തവനാക്കിയെങ്കിൽ പിതാവ് നിനക്ക് അവസാനമില്ലാത്തൊരു രാജ്യം തരാൻ തയ്യാറായി നിൽക്കുകയാ. പക്ഷെ നമ്മുടെ അന്വേഷണം താൽക്കാലികമായ ഏതാനും ദിവസത്തേക്ക് മാത്രം. മനസ്സിലായോ? ഹല്ലേലൂയ. തുടർന്ന് എന്നും എന്നേക്കും നമ്മൾ പിതാവിനോടുകൂടെ ആ നിത്യരാജ്യത്തിൽ വാഴുവാനിടയാ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ മറച്ചു വെച്ച പുളിപ്പിനോട് സദൃശ്യമാ സ്വർഗരാജ്യം. ആമേൻ. എല്ലാം 3നോട് സദൃശ്യമാ. ഇത് തന്നെയാണ് ദാനിയേൽ പ്രവാചന പുസ്തകം 2-ാം അധ്യായത്തിലും പറയുന്നത്. നിലം തൊടാതെ ഒരു കല്ല് ഉയരത്തിൽ നിന്ന് വന്ന് ബിംബത്തിലിടിക്കും. നെബൂഖദ്നേസർ കണ്ട സ്വപ്നം വലിയൊരു ബിംബം. ആമേൻ. ഹല്ലേലൂയ. ലോകരാഷ്ട്രങ്ങളെ കാണിക്കുന്നു. അവസാനം എന്ത് ചെയ്യുന്നു? ഒരു കല്ല് വന്ന് ആ ബിംബത്തിന്റെ കാലേറ്റിടിക്കുന്നു. ഇതാണ് 1ാമത്തെ സ്റ്റേജ്. ഹല്ലേലൂയ. 2ാമത്തെ സ്റ്റേജ് കല്ല്. പിന്നെ 3 സ്റ്റേജുകളിൽ വളരുക. ആദ്യം കല്ല്, പിന്നെ കല്ല് വളരുന്നു, ഒരു പർവ്വതമാകുന്നു. അതാണ് 2ാമത്തെ സ്റ്റേജ്. ഹല്ലേലൂയ. 3ാമത്തെ പർവ്വതം വീണ്ടും വളരുന്നു. അത് ഭൂമി മുഴുവൻ നിറയുന്നു. 3ാമത്തെ സ്റ്റേജ് ഇതാ ദൈവരാജ്യം ഭൂമിയിൽ ആയി കഴിഞ്ഞു. വല്ലോ മനസ്സിലായോ ദൈവരാജ്യത്തെ? ഇതൊരു പുസ്തകത്തിൽ നിങ്ങൾ കാണത്തില്ല. ഈ യൂണിവേഴ്സ് മുഴുവൻ തപ്പിക്കോ, ഇത് ഒരിടത്ത് കാണും. സ്വർഗരാജ്യത്തിൽ, സ്വർഗത്തിൽ ഇത് കാണും. പിന്നെ ഇന്ന് ഇതാ കാലിക്കറ്റ് പട്ടണത്തിൽ റിലീസ് ചെയ്തു. ആമേ. എന്റെ ഡീറ്റെയിൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിനുള്ള സമയം നമുക്കില്ല. കാരണം നമുക്ക് ഇനി എങ്ങോട്ടേക്ക് പോകാനുണ്ട്? ഇടുക്ക് വഴിയും വിശാലമായ വഴിയും കിടക്കുക. അതും കൂടി കഴിഞ്ഞിട്ട് വേണം ഇന്ന് പ്രാർത്ഥിക്കാം. ഗ്ലോറി. നമ്മൾ ആ ഭാഗത്തേക്ക് പോവുകയാണ്. പ്രയോജനകരമാണോ? ആണോ? ഗ്ലോറി ടു ഗോഡ്. കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഓ ലോർഡ്, ഐ ലവ് യു ജീസസ്. ഐ ഗീവ് യു ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ആമേൻ. ഇപ്പഴ റഫായിട്ട് നിങ്ങളൊന്ന് വരച്ചിടാൻ നന്നായിരിക്കും. എപ്പോഴും ഇത് 2 വഴിയെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതൊന്നും കണ്ട് ഭാരപ്പെടേണ്ട. ഇപ്പോ ഇങ്ങോട്ടൊന്നും ഇപ്പൊ നോക്കണ്ട. ശ്രദ്ധിക്കുക. നമ്മൾ ഓരോരുത്തരും നിൽക്കുന്ന ഇവിടെയാണ്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ്. നമ്മുടെ മുമ്പിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗമുണ്ട്. അതായത് ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ട് നമ്മുടെ മുമ്പിൽ. ആമേൻ. തുടർന്ന്
നമ്മളെ ആദം വീണ കുഴിയിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ യേശു വന്നു. യേശു പാപങ്ങൾ അതിനെല്ലാം പേയ്മെന്റ് കൊടുത്തു. എവിടെ? കാൽവരി ക്രൂശിലെ പേയ്മെന്റ് കൊടുത്തു. നമ്മളെ ഫ്രീ ആയിട്ട് ഇവിടെ വിടുവിക്കാൻ പോവാ. നമ്മളെ ഫ്രീ ആയിട്ട് വിടുവിക്കാൻ പോവാ. ഈ ഫ്രീ ആയിട്ട് വിടുവിക്കുന്ന രംഗമാണ് മത്തായിയുടെ സുവിശേഷം 18-23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഫ്രീ ആയിട്ട് വിടുവിക്കുന്ന രംഗമാണ് പറയുന്നത്. ആമേൻ. തനിക്ക് വലിയ കടങ്ങളുള്ള ഒരു വ്യക്തി, ആ വലിയ കടങ്ങളുള്ള ഒരു വ്യക്തിക്ക് എന്ത് സംഭവിച്ചു? അത് രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. വലിയ കടമുണ്ട്. അദ്ദേഹം പറഞ്ഞു, അയ്യോ വലിയ കടമാണ്, അതിനെ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വിഷയമൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ രാജാവ് കരയണ കേട്ടപ്പോ അവസാനം അതെല്ലാം ഇളച്ച് കൊടുത്തു. ഇതാണ് നമ്മുടെ സാൽവേഷൻ. മനസ്സിലായോ? ഹല്ലേലൂയ. ആ സാൽവേഷൻ എല്ലാവർക്കും ഫ്രീയാ. രാജാവ് ഫ്രീ ആയിട്ട് തരുന്നതാണ്. ഗ്ലോറി ടു ഗോഡ്. തുടർന്ന് പ്രിയ ദൈവത്തിന്റെ ജനമേ, രാജാവ് അത് ഫ്രീ ആയിട്ട് തന്നാലും ഇവന്റെ മനസ്സ് മുഴുവൻ കടുകട്ടിയ ലോക, മനസ്സ് മുഴുവൻ ലോകമാ, കടുകട്ടിയ. ആമേൻ. തുടർന്ന് അവനെ കർത്ത രാജാവ് വിടുകയാ. അവന്റെ മുമ്പിൽ 2 വഴികൾ വെക്കുക. ഒന്ന് വിശാലമായ വഴി. വിശാലമായ വഴി പ്രസന്റ് ചെയ്യുന്നത് പിശാചാ. അതും പ്രസന്റ് ചെയ്യുന്ന പിശാചാണെങ്കിലും പ്രീച്ച് ചെയ്യുന്നത് ദൈവമക്കൾ തന്നെയാണ്. മനസ്സിലായിക്കോളണം. പ്രസന്റ് ചെയ്യുന്നത് പിശാചാണ്, പക്ഷെ പ്രീച്ച് ചെയ്യുന്നത് ദൈവമക്കൾ തന്നെയാണ്. ആമേൻ. ഒന്ന്. പിന്നെ അവന്റെ മുമ്പിൽ ഒരു ഇടുക്ക് വഴി. ആ ഇടുക്ക്, ഇത് നിങ്ങൾ വിശാലമായ വഴിയാണ് നിങ്ങൾ കാണുന്നത്. ഇടുക്ക് വഴിയാണ് മുകളിലേക്കുള്ള വഴി. ഈ കാണുന്നത് വളരെ ഇടുക്കുള്ള വഴി. ഇനി ഈ വഴിയെക്കുറിച്ചാണ് പറയുന്നത്, നാരോ വേ അല്ലെങ്കിൽ ഇടുക്ക് വഴി എന്ന് പറയുന്നത്. ഈ വഴിയിലൂടെ പോകുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. നമ്മുടെ സ്വഭാവം മാറും. എന്നാൽ വിശാലമായ വഴിയിലൂടെ പോകുമ്പോൾ നമ്മുടെ സ്വഭാവം മാറത്തില്ല. ഹല്ലേലൂയ. വിശാലമായ വഴിയിലൂടെ പോകുമ്പോൾ ഒരിക്കലും നമ്മുടെ സ്വഭാവം മാറത്തില്ല. ഇടുക്ക് വഴിയിലൂടെ പോകുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. ഗ്ലോറി. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, ഏറ്റവും ജ്ഞാനിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. തന്റെ ജീവിതത്തിലൊന്നും പലതും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും അദ്ദേഹം ഏറ്റവും ജ്ഞാനിയായിരുന്നു. ഗ്ലോറി. അദ്ദേഹം എഴുതി വെച്ച പുസ്തകം നോക്കിയാൽ മതി. അദ്ദേഹം ഒരു വളരെ ജ്ഞാനത്തോടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മോഹം ദുഃഖമായിരിക്കുമ്പോൾ ഹൃദയം സന്തോഷിക്കും. മനസ്സിലായില്ല? കടന്നു വരാം. വേറെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കരുത്. ശ്രദ്ധിച്ചാട്ടെ. സഭാപ്രസംഗി 7-ാം അധ്യായം. ഗ്ലോറി. എന്റെ 3-ാം വാക്യം വായിച്ചു. ഓ, ചിരിയേക്കാൾ ശരിയാണോ? ചിരിയേക്കാൾ വ്യസനം നല്ലത്. എത്ര പേര് ആമേൻ പറയും? ചിലരൊക്കെ വചനത്തിൽ ആമേൻ പറയുന്നവരും ഈ ചർച്ചിലും ഉണ്ട്. ഹല്ലേലൂയ. ചിരിയേക്കാൾ വ്യസനം നല്ലത്. ഹല്ലേലൂയ. ഇങ്ങനെയുണ്ടോ ഒരു വചനം? ഇതാരും പ്രസംഗിച്ച് കേട്ടിട്ടില്ലല്ലോ. എന്താ കേട്ടോ? ഹല്ലേലൂയ. കാരണം എന്താ? താഴേക്ക് വായിച്ച്. മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സന്തോഷിക്കും, ശുഭമായിരിക്കും. ഹല്ലേലൂയ. മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം ശുഭമായിരിക്കും. ഈ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും ദൈവത്തിനറിയാം. ദൈവം സർവജ്ഞാനിയായിട്ട് വെച്ച, സർവജ്ഞാനിയല്ല ജ്ഞാനിയായിട്ട് വെച്ച സോളമനും അറിയാം ഈ ഒരു സിസ്റ്റം. ആമേൻ. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നിന്റെ കുഞ്ഞെ എന്റെ നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത് വെച്ചാൽ ഭൗതികത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോഴാണ്. ആ ബുദ്ധിമുട്ട്, ഭൗതികത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ഒരു ശുചീകരണ പ്രോസസ്സിലൂടെ നടത്തിക്കൊണ്ടുപോകും നമ്മളെ. മനസ്സിലായോ? നമ്മുടെ ഹൃദയം ഒരു ശുചീകരണത്തിന്റെ പ്രോസസ്സിലൂടെ നടത്തിക്കൊണ്ടു പോകും. ആമേൻ. നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആത്മീയമായി വളർന്ന ചിലരെങ്കിലും ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ ജീവിതത്തിലെ സമൃദ്ധിയാണോ നിങ്ങൾ ആത്മീയമായിട്ട് വളർത്തിയത്? നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളാണോ നിങ്ങൾ ആത്മീയമായിട്ട് വളർത്തിയത്? പറഞ്ഞേ. ദുഃഖങ്ങളല്ലേ? ആമേൻ പറയാൻ തയ്യാറല്ലേ? എന്നാ ഡബിൾ ആമേൻ അങ്ങ് പറഞ്ഞു. ഹല്ലേലൂയ. ഇത് തന്നെ അതിന്റെ അർത്ഥം. ചിരിയേക്കാൾ വ്യസനം നല്ലതാണ്. അത് കാണേണ്ട രീതിയിൽ അങ്ങ് കണ്ടാൽ മതി. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇടുക്ക് വഴിയിലൂടെ പോകുമ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ജീവിതത്തിലെ ആ ഹൃദയത്തിലെ ലോകവും ജഡചിന്തകളും എല്ലാം സ്വർഗത്തിലെ ദൈവം ഒരു റിഫൈൻ ഒരു ശുചീകരണത്തിലൂടെ കടത്തിവിട്ട് അതോട് ശുചീകരിക്കുവാനായിട്ട് ഇടയാകും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ വലിയ അപകടം ഉണ്ടാകുവാനായിട്ട് ഇടയാകും. എല്ലാവർക്കും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. വളരെ കുറച്ച് വ്യക്തികൾ മാത്രമേ ആ രീതിയിൽ ചിന്തിക്കുകയുള്ളൂ. ഗ്ലോറി ടു ഗോഡ്.
ശ്രദ്ധിക്കുക, ഇതാ നാരോവേ, ഇടുക്കു വഴി, എന്നാൽ വിശാലമായ വഴിയും ഇവിടെയുണ്ട്. ആമേൻ. തിന്നുക, കുടിക്കുക, സന്തോഷിക്കുക, അങ്ങ് പോവുക. ഈ ഒരു വഴിയിലൂടെ നാം കടന്നു പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തീരുവാനായിട്ട് ഇടയാകും. ഇനി പ്രിയ ദൈവത്തിന് ജനമേ, ഈ സഹോദരൻ എന്തെന്നറിയാമോ? ഈ സഹോദരൻ താൻ പോകുമ്പോ തനിക്ക് വളരെ ചെറിയ, അതായത് തനിക്ക് വലിയൊരു പാപക്കടം ഇളച്ചു കിട്ടി. പക്ഷേ താൻ പോകുമ്പോ തനിക്ക് വളരെ ചെറിയ കടമുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ട് ആ വ്യക്തിയുടെ തൊണ്ടയ്ക്ക് കയറി പിടിച്ചു. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കുക. തൊണ്ടയ്ക്ക് കയറി പിടിച്ചു. അയാൾ കരഞ്ഞപേക്ഷിച്ചിട്ടും വിട്ടില്ല. ഇവന്റെ ഹൃദയത്തിന് വല്ല മാറ്റം ഉണ്ടായോ? വല്ല മാറ്റം ഉണ്ടായോ? ഹല്ലേലൂയ. അപ്പൊ പറഞ്ഞേ, യാത്രയിൽ മാറ്റം ഉണ്ടാകണം. യാത്രയിൽ മാറ്റം ഉണ്ടാകണം. രക്ഷിക്കപ്പെട്ട് സഭയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ ഇരുന്നാ പോരാ, മാറ്റം ഉണ്ടാകണമെന്ന്. മനസ്സിലായോ? ആള് മാറണമെന്ന്. ഹോള് മാറിയാ പോരാ. ആമേൻ. ആള് മാറണം. ഉടനെ ഇവൻ ആള് മാറിയില്ല. ഉടനെങ്കിൽ വിവരം അറിയിക്കാൻ ഇതാ ദൂതന്മാരുണ്ട്. ദൂതന്മാര് പോയി രാജാവിനെ വിവരം അറിയിച്ചു. ഇവനെ ഹോള് മാത്രമേ മാറിയുള്ളൂ, ആള് മാറിയില്ല. നിങ്ങൾ മനസ്സിലായോ? ആമേൻ. രാജാവ് ഇവനെ തിരിച്ചു പിടിച്ചു. ഇവിടെ ഇതാണ് പറഞ്ഞത്. ഇനി അടുത്ത ഗേറ്റ് എന്ന് പറയുന്നത് ഇത്തിരി കടുപ്പം കൂടിയ ഗേറ്റാ. ഇതാ കർത്താവ് പറഞ്ഞ, ഇടുക്ക് വാതിലിലൂടെ അകത്ത് കയറ. ആദ്യത്തെ ഗേറ്റ് ഒരു കടുപ്പോ ഇല്ല, ചുമ്മാ കൈ വെക്കിയാ മതി. ഹല്ലേലൂയ. യേശുവേ ഹൃദയത്തിലേക്ക് പറയുമ്പോൾ കൈ പൊക്കിയാ മതി, ആദ്യത്തെ ഗേറ്റിൽ കയറാം. ഏതാണ് ആദ്യത്തെ ഗേറ്റ്? സാൽവേഷൻ. ആമേൻ. എന്നാൽ ഇതിന്റെ ഇടയിലൂടെ ഒരു ഇടുക്ക് വഴിയുണ്ട്. ആ വഴി കഴിഞ്ഞിട്ട് ഇതാ അടുത്തൊരു ഗേറ്റ് ഉണ്ട്. അതിന്റെ പേര് നാരോ ഗേറ്റ്. ആമേൻ. ഈ വഴി കൂടെ നടന്നവനെ വീണ്ടും കൊണ്ടുവന്നു ഗേറ്റിൽ. മനസ്സിലായോ? ഇതും ആരുടെ ഗേറ്റ് തന്നെയാ? യേശുവിന്റെ ഗേറ്റ് തന്നെ. ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം യേശുവിന്റെ ഗേറ്റിൽ വരണേ? രണ്ടാമത്തെ പ്രാവശ്യം. ഇവിടെ നിന്ന് അമേരിക്ക പോകണമെങ്കിൽ എത്ര ഗേറ്റ് കിടക്കണം? 2 ഗേറ്റ് കിടക്കണം. ഇത് ആദ്യത്തെ ഗേറ്റ് ലോകത്തിൽ നിന്നുള്ള ഗേറ്റ് ആയിരുന്നു. പിശാചിന്റെ പിടിയിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. ആമേൻ. ഇതാണ് ഗലാത്യ ലേഖനം 1:3 പറയുന്നത്, ദുഷ്ടന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. ഗ്ലോറി. ഇനി രണ്ടാമത്തെ ഗേറ്റ് ഇതാ ദൈവരാജ്യത്തിലേക്ക് കയറാനുള്ള ഗേറ്റ്. ഗ്ലോറി. ഇതാ കർത്താവ് പറഞ്ഞ, ഇടുക്കുവാതിലൂടെ ദൈവരാജ്യത്തിൽ കടപ്പിൻ. ഇതാണ് മത്തായി 7, 21, 22, 23 ജഡ്ജ്മെന്റ് നാം കണ്ടത്. ആ ഗേറ്റിൽ അവനെ വീണ്ടും പിടിച്ചു. എന്നിട്ട് അവനോട് ഒറ്റ ചോദ്യം ചോദിച്ചേ, എനിക്ക് നിന്നോട് തോന്നിയതുപോലെ നിനക്ക് എന്തുകൊണ്ട് നിന്റെ കൂട്ടുദാസനോട് അല്ലെങ്കിൽ കൂട്ടുകാരനോട് തോന്നിയില്ല? മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, എന്റെ ഹൃദയത്തിനൊത്തവണ്ണം നീ എന്തുകൊണ്ട് ഈ യാത്രയിൽ മാറിയില്ല? മനസ്സിലായോ? ദൈവത്തിന്റെ ഹൃദയത്തിനൊത്തവണ്ണം ഈ യാത്രയിൽ എന്തുകൊണ്ട് നീ മാറിയില്ല? ദാ ചോദ്യം. ഹല്ലേലൂയ. അപ്പോ ദൈവം എന്താ ആഗ്രഹിക്കുന്നു? നമ്മുടെ ജീവിതത്തിലെ മാറ്റം ആഗ്രഹിക്കുന്നു. എന്നിട്ട് പിന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്തു? അപ്പൊ അദ്ദേഹം ചാടിക്കേറി പറഞ്ഞു, അതെ, എന്റെ വേലയുടെ ഫലമല്ല അങ്ങ് പൊക്കോട്ട്, ഞാനോ രക്ഷിക്കപ്പെടുമല്ലോ. മനസ്സിലായില്ല അല്ലെ? വിശാലമായ വഴിയുടെ കാര്യം പറഞ്ഞു കേട്ടോ. എന്റെ വേലയുടെ എല്ലാ ഫലവും അങ്ങ് പൊക്കോട്ട്, താനോ രക്ഷിക്കപ്പെടും, പ്രവൃത്തിയല്ലേ വെന്തു പോകത്തുള്ളൂ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ? നിങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ല. നിങ്ങൾക്ക് വിശാലമായ വഴിയെക്കുറിച്ച് അധികം പേർക്ക് അറിഞ്ഞുകൂടാൻ തോന്നുന്നു അല്ലേ? നേരത്തെ വിശാലമായ വാതിലിനെ കുറിച്ച് കേട്ടെ. നമ്മൾ എവിടെയെങ്കിലും വചനത്തിൽ എന്തെങ്കിലും എഴുതിയിരിക്കുന്നുണ്ടെങ്കിൽ അതേ പിടിച്ച് വചനം അനുസരിക്കാതെ ശ്രുതി കയറാൻ നോക്കുക. അങ്ങനെയല്ല. 1 Corinthians 3:15 ഈ പറഞ്ഞത്. അവിടെ ഒരു വേടുണ്ട്, ആളിരുന്ന് ഉപയോഗിക്കുന്ന, താനോ രക്ഷിക്കപ്പെടും, തന്റെ പ്രവൃത്തി വെന്തു പോവുകയുള്ളൂ, അതുകൊണ്ട് നമുക്ക് എന്നാ വേണമെങ്കിലും ചെയ്യാൻ, കുഴപ്പമൊന്നുമില്ല. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ചെയ്തതിനൊന്നും പ്രശ്നം പ്രതിഫലമൊന്നും കിട്ടത്തില്ല, നമ്മൾ രക്ഷിക്കപ്പെടുന്നു. അങ്ങനെയല്ല ആ വാക്യം. ആമേൻ. അത് എഴുതി വെച്ചേക്കണ ആരെ കുറിച്ചാണെന്ന് അറിയാമോ? അത് വിശുദ്ധനെ കുറിച്ച് എഴുതി വെച്ചേക്കണതാ. വിശുദ്ധനായ ഒരു വ്യക്തി, അവൻ ചില ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുകയാ, ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയാ. അവൻ ചെയ്യണൊക്കെ നല്ല കാര്യമാണ്. 10 തയ്യൽ മിഷൻ കൊടുത്തു, പക്ഷെ നോട്ടീസ് അടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആമേൻ.
അവന്റെ പ്രവൃത്തിക്ക് അവന് പ്രതിഫലം ഇല്ല. അത് വെന്തുപോകും. കാരണം ആ പ്രവൃത്തി ആരംഭിച്ചത് എവിടെന്നാ? ദൈവത്തിൽ നിന്നല്ല, അവനിൽ നിന്നാ. അവന്റെ സ്വയത്തിൽ നിന്ന് ആരംഭിച്ചത്. അതിന് പ്രതിഫലം ഇല്ല. പക്ഷെ അവൻ പാപം ചെയ്യാതെ വിശുദ്ധിയോട് നിൽക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അവൻ ദൈവരാജ്യത്തിൽ കയറും. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. അല്ലാതെ പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല വാക്യം. ആമേൻ. കാരണം അതിന്റെ തൊട്ട് താഴെയാണ് അവരോട് തന്നെ ദൈവത്തിന്റെ വചനം 1 കൊരിന്ത്യർ 6:9 എഴുതിയിരിക്കുന്നത്. അവരോട് തന്നെ പറയുക, നീ അനീതി പ്രവർത്തിച്ചാൽ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അവരോട് തന്നെയാ പറയണേ. മനസ്സിലായോ? അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു വാക്യം മാത്രം അതിനിടയിൽ നടത്തിയെടുത്തിട്ട് താനോ രക്ഷിക്കപ്പെടും, നമ്മുടെ പ്രവൃത്തി എന്തുപോകത്തുള്ളൂ എന്നുള്ളൂ മാത്രം, ബ്രദറെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പാപം ചെയ്യിപ്പിച്ച് നമ്മളെയും നരകത്തിലേക്ക് കൊണ്ടയിടുവാൻ പ്രവർത്തിക്കുന്ന വലിയൊരു പിശാചിന്റെ ശക്തി ഇവിടെ ഉണ്ട്. ആമേൻ. ഇതാ വിശാലമായ വഴി. കേട്ടാ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? 1 കൊരിന്ത്യർ 3:5 വിശാലമായ വഴിയാണത്. ഗ്ലോറി. ഹല്ലേലൂയ. ഇടുക്ക് വഴി അറിയണോ നിങ്ങൾക്ക്? കർത്താവ് യേശു ഇടുക്കൊക്കെ പറയത്തുള്ളൂ കേട്ടോ. ലൂക്കോസ് സുവിശേഷം 13:24 വാക്യത്തില് കർത്താവ് നേരത്തെ പറഞ്ഞ് ഇടുക്ക് വാതിലുടെ അകത്ത് കടപ്പിൻ. ആമേൻ. ഇപ്പൊ നിങ്ങൾ ചോദിക്കാൻ പോവാ, കർത്താവേ അത് എങ്ങനെ കടക്കും കർത്താവേ? ഇപ്പോ ഏറ്റവും ബെസ്റ്റ് ആള് അത് ചോദിക്കാൻ ആരാ? നമുക്കൊരാൾ സംശയം ഉണ്ടായി. ഏറ്റവും ബെസ്റ്റ് ആളാരാ ചോദിക്കാൻ? കർത്താവല്ലേ ഏറ്റവും ബെസ്റ്റ് ആള്. അപ്പൊ കർത്താവിനോട് തന്നെ ചോദിക്കാം. നമ്മൾ ഈ ടി വിക്കാരെ കണ്ടിട്ടില്ലേ? ടി വിക്കാരെ നിങ്ങൾ വൈകുന്നേരം 7-8 കണ്ടിട്ടില്ലെങ്കിൽ 7-8 മണിയാകുമ്പോൾ ടി വി അങ്ങ് തുറന്നാൽ മതി. അവരൊരു മൈക്കും കൊണ്ട് റോട്ടിൽ നടക്കും. കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ചോദിക്കൂ, അമ്മച്ചി 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 ഈ വിഷയത്തെ കുറിച്ച് അമ്മച്ചിയുടെ അഭിപ്രായം എന്താ? ഗ്ലോറി. ആമേൻ. ഇതേപോലെ ശിഷ്യന്മാര് നടക്കുന്ന കൂട്ടത്തിൽ ഒരുത്തം വന്നിട്ട് ഇതേ നമ്മുടെ ഈ സംശയം യേശുവിനോടൊക്കെ ചോദിക്കുക. യേശുവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ദൈവരാജ്യ അവകാശമാക്കുന്നതിനെ കുറിച്ചായി പറയുന്നത്. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? ആമേൻ. അപ്പോ ഇതിന് ഉത്തരം പറയാൻ ബെസ്റ്റ് ആള്, യേശുവിനേക്കാൾ ബെസ്റ്റ് ആള് ഈ ലോകത്തിൽ ഇതുവരെ ഇല്ല. യേശു എന്ത് ഉത്തരാണ് പറഞ്ഞതെന്ന് നോക്കുക. ആമേൻ. ആ ചോദ്യം മുതൽ വായിച്ചോളൂ. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? ലൂക്ക് 13:24. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചു. അവരോട് പറഞ്ഞത് ഇടുക്കുവാതിലൂടെ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എങ്ങനെ ഇടുക്കുവാതിലൂടെ കിടക്കാം? നേരത്തെ നമ്മൾ ചിന്തിച്ചോ വിശാലമായതിലൂടെ പോണ പോലെ ഇങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ പോകണം? കർത്താവ് മാർഗം പറഞ്ഞു തരിക. ഇടുക്കുവാതിലൂടെ കിടപ്പാൻ പോരാടുകയും. അയ്യോ, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ? ഇടുക്കുവാതിലൂടെ കിടക്കണമെങ്കിൽ എന്ത് വേണം? പോരാടണം. പിന്നെ പലരും കടക്കാൻ നോക്കും. മെനി വിൽ ട്രൈ. ഹല്ലേലൂയ. എത്ര പേര് ഇടുക്കും അതിലൂടെ കടക്കാൻ നോക്കുന്നുണ്ട്? ധാരാളം കൈകൾ ഞാൻ കാണുന്നു. പ്രിയരെ, റിസൾട്ട് ഇപ്പൊ തന്നെ പബ്ലിഷ് ചെയ്തു. ഞാനല്ല, യേശു. എന്തായിരുന്നു റിസൾട്ട്? എന്നൊരു വായിച്ച്. പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനും. മനസ്സിലായോ? റിസൾട്ടും കിട്ടിയില്ലേ? പലരും കടക്കാൻ നോക്കും, കഴിയുകയില്ല താനും. അപ്പൊ ഈ വാതിൽ എടുക്കുള്ളതാണോ? ഇത് ആരുടെ വാക്കാ? അപ്പൊ നമ്മൾ എളുപ്പമാണെന്ന് കേട്ടതൊക്കെ ഏത് സ്വരമാ? ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ തന്നെ പറഞ്ഞ കേട്ടാ. ഗ്ലോറി ടു ഗോഡ്. അല്ല, നിങ്ങൾ സംശയിക്കണ്ട. നിങ്ങൾ വചനം കേട്ടത് നിങ്ങളുടെ അകത്തെന്ന് പറഞ്ഞതാ. അത് സത്യമാ. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയാ പലരും കടക്കാൻ നോക്കും, അതിന്റെ റിസൾട്ട് കഴിയത്തില്ല താനും. ആമേൻ. ഗ്ലോറി. അപ്പൊ കടക്കണേ എന്നാ വേണം? റെഡിയാണോ? നിങ്ങൾ ആരോടാ പോരാടാൻ പോണേ? പിശാചിനോടോ? പിശാചിന് യേശു നാമത്തിൽ ഒന്ന് പറഞ്ഞാൽ അങ്ങ് മാറി നിൽക്കും. മാറാത്തൊരെണ്ണമുണ്ട്, നമ്മൾ തന്നെ. പ്രശ്നം ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ തന്നെ ആ പ്രശ്നം. ആമേൻ. കർത്താവ് പറഞ്ഞ എന്തുവാ? നീ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ ആദ്യം നീ ആരെ തോപ്പിക്കണം? നിന്നെ തന്നെ നീ തോപ്പിക്കേ. അതായത് നിന്നെ തെറ്റിക്കേ. നമ്മൾ തെറ്റിക്കൂ?
ഞാൻ യേശുവിനെ സ്നേഹിക്കണ എന്തിനാ? എന്റെ കുറെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനാ. മനസ്സിലായോ? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ എന്തുവാ? നീ നിന്റെ സ്വപ്നങ്ങളൊക്കെ കുഴിച്ചു മൂട. എനിക്കൊരു സ്വപ്നമുണ്ട്, ആ സ്വപ്നം നീ ഏറ്റെടുക്കണം. കാരണം നീ എന്റെ കാന്തയാ. സഹോദരിമാർക്ക് അറിയോ, നിങ്ങൾ യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ച ആ ലെവലിലേക്ക് ബൈബിൾ പ്രകാരം വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ വിവാഹം കഴിച്ചോ അന്ന് നിങ്ങളുടെ സ്വപ്നം എല്ലാം അവസാനിച്ചു. ബിബ്ലിക്കൽ വേ. പക്ഷെ നിങ്ങൾ ഇന്നും നിങ്ങളുടെ സ്വപ്നം കൊണ്ട് നടക്കുകയാണെങ്കിൽ, കാന്ത എന്തിനാണെന്നറിയാം? ഹവ്വനെ എന്തിനാണ് ഇത് ദൈവം ഉണ്ടാക്കിയെന്നറിയാമോ? ഹവ്വയുടെ സ്വപ്നം നിവർത്തിക്കാനാണോ? ദൈവം ആദത്തിന് കൊടുത്ത സ്വപ്നം നിവർത്തിക്കാനാണോ? ദൈവം ആദത്തെ സൃഷ്ടിച്ച് വേല കൊടുക്കുമ്പോ ആരില്ലെന്നറിയാമോ? ഹവ്വ ഇല്ല. ആദം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ദൈവം കണ്ടു, ഇവൻ ഏകനായിരിക്കണം, നന്നല്ലല്ലോ, ഇവന് ഒരു സഹായിയെ കൊടുക്കണമല്ലോ. ഇവന് ഒരു സഹായിയെ കൊടുക്കണം. എന്തിനാ സഹായി? ദൈവത്തിന്റെ ഇഷ്ടം ആദത്തിന് കൊടുത്തത് ചെയ്തെടുക്കുവാൻ ഒരു സഹായിയെ വേണം. ആമേൻ. മനസ്സിലായോ? ഹല്ലേലൂയ. തുടർന്ന് എപ്പോൾ ഹവ്വ ആദത്തോട് ചേർന്നോ, ഹവ്വയ്ക്കൊരു സ്വപ്നമില്ല. ദൈവം ആദത്തിന് എന്താണോ സ്വപ്നം കൊടുത്തത്, എന്താണോ പണി പറഞ്ഞത്, അത് നിവർത്തിക്കുവാൻ ഹവ്വ ഒരു സഹായിയ. ഹവ്വയുടെ ദർശനം ആദത്തിന്റെ ദർശനമായി തീർന്നു. സഭയും അതുപോലെ തന്നെ. സഭയുടെ കാന്ത, ക്രിസ്തുവിന്റെ കാന്തയ സഭ. എന്താണോ ക്രിസ്തുവിന് പിതാവ് കൊടുത്തത്, രണ്ടാം ആദത്തിന് പിതാവ് കൊടുത്തത്, ആ ഡ്യൂട്ടി തന്നെയാ കാന്തയുടെയും ഡ്യൂട്ടി. കാന്തയ്ക്ക് സ്വന്തമായ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ വ്യക്തി യഥാർത്ഥ കാന്തയല്ല. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ്, നീ എന്നെ അനുഗമിക്കാൻ, അതായത് എന്നെ ഭർത്താവായി സ്വീകരിക്കുവാൻ, എന്നെ കർത്താവായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിന്നെ ത്യജിക്കാൻ, നിന്റെ സ്വപ്നങ്ങൾ കുഴിച്ചു മൂട്, എന്നിട്ട് എന്റെ കൂടെ വാ, എന്റെ സ്വപ്നം നിവർത്തിക്കുവാൻ എന്റെ കൂടെ നീ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അപ്പോ ഇന്ന് നമ്മൾ നമ്മുടെ സ്വപ്നം കൊണ്ട് നമ്മൾ കേൾക്കുന്നത് തന്നെയാ. നമ്മുടെ സ്വപ്നം നിവർത്തിക്കാൻ വേണ്ടി യേശുവിന്റെ അടുക്കലേക്ക് ഓടി വരികയാ. ഹല്ലേലൂയ. യേശു നമ്മുടെ കാന്തയുടെ കാര്യമൊക്കെ ആര് ശ്രദ്ധിക്കുന്നറിയോ? ഭർത്താവ് ശ്രദ്ധിക്കാം. കാന്ത അതേപോലെ അടങ്ങിയിരിക്കണം. ഹല്ലേലൂയ. ഇത് നമ്മളെ കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കും എങ്കിൽ എന്ത് തിന്നും എന്ത് കുടിക്കുന്നുള്ള നീ ഭാരപ്പെടേണ്ട, അതൊക്കെ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിതാവ് അതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. സമയാസമയങ്ങൾ അതിനൊക്കെ വന്നിരിക്കും. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ അതോർത്തും ഭാരപ്പെടുക. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പല കുടുംബങ്ങളിലും കലഹത്തിന് കാരണം എന്താണെന്നറിയാമോ? ഈ ദൈവവചനം നമുക്കറിയാത്തതുകൊണ്ടാ. നമ്മുടെ സ്വപ്നങ്ങൾ അന്ന് കുഴിച്ചു മൂടണമെന്നും, അന്ന് പിതാവ് എന്ത് സ്വപ്നമാണ് തന്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തിക്ക് കൊടുത്ത് അതെന്റെ സ്വപ്നമാകും എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് കല്യാണം കഴിക്കാൻ നേരത്ത് സഹോദരിമാർ ഇനി കഴിക്കാനുള്ളത് ചോദിക്കേണ്ടത് പോകുമ്പോൾ കാറുണ്ടോ, വീടുണ്ടോ, ബംഗ്ലാവുണ്ടോ എന്നല്ല. സ്നേഹിത സഹോദര, അങ്ങക്കൊരു ദർശനമുണ്ടോ? ഇവിടുന്ന് കിട്ടിയില്ല. ഒരു ദർശനമുണ്ടോ? എന്താ ദർശനം? ദൈവം ഏൽപ്പിച്ച ഒരു പദ്ധതി കയ്യിലുണ്ടോ? മനസ്സിലായോ? കാരണം എന്താ? ഇന്ന് മുതൽ ഞാൻ എന്റെ സ്വപ്നമൊക്കെ കുഴിച്ചു മൂടി ആ ദർശനത്തിന് പങ്കാളിയാകാൻ പോവാ. ആ ദർശനത്തിന് ഞാൻ പങ്കാളിയാകാൻ പോവാ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നൊരു ദർശനമുള്ള വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾ ഭാഗ്യവാന്മാരാ സഹോദരിമാരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകത്തെ കീഴടക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. മുമ്പേ ഓൾറെഡി സെലക്ട് ചെയ്തു പോയതെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഫ്രീ കൗൺസിലിംഗ് ആട്ടോ. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ പ്രിയ ദൈവത്തിനമേ, വിശാലമായ വഴി. എന്താ വിശാലമായ വഴി? ഇപ്പൊ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ആ വാക്യം ഒന്ന് വായിച്ചത്. 1 Corinthians 3:15. സോറി, 1 Corinthians 3:15. ഞാൻ വിശാലമായ വഴിയിലെ ആദ്യത്തെ ഭാഗം. അതിന്റെ തൊട്ട് മുകളിൽ വെച്ച് വായിച്ചോളൂ. ഭാഗം തുടങ്ങുന്ന ഭാഗം മുതൽ അങ്ങ് വായിച്ചോട്ടെ. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കോളട്ടെ.
ആ താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടെ എന്ന വണ്ണമത്ര. ഇതൊരു നീതിമാനെ കുറിച്ച് പറയുക. പക്ഷെ അവന്റെ പ്രവൃത്തികൾ, അവന്റെ പുണ്യപ്രവൃത്തികൾ ആരംഭിക്കുന്ന അവന്റെ സ്വന്തത്തിൽ നിന്നാണെങ്കിൽ നോ, അവന് പ്രതിഫലം ഒന്നും ഇല്ല. പക്ഷെ ദൈവത്തിൽ നിന്ന് എല്ലാ നല്ല തികഞ്ഞ പ്രവൃത്തി നല്ലതാനോ എല്ലാം ഉയരത്തിൽ നിന്ന് വെളിച്ചം കണ്ട പിതാവിൽ നിന്ന് ആരംഭിക്കും. നമ്മളെ പ്രദർശിപ്പിക്കാനല്ല ഇവിടെ ഇരിക്കുന്നത്, നമ്മൾ ദൈവത്തെ നമ്മളിവിടെ പ്രദർശിപ്പിക്കാനാ. മനസ്സിലാവുന്നുണ്ടോ? അതിനാണ് പ്രതിഫലം, നമ്മൾ പ്രദർശിക്കപ്പെടുന്നതിനല്ല പ്രതിഫലം. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു ആത്മാവാൽ നയിക്കപ്പെടുന്നവൻ ആരംഭിക്കുന്ന ദൈവത്തിൽ നിന്നാണ്. ഗ്ലോറി. എന്നാൽ ഇതേ വ്യക്തികളോട് വീണ്ടും പറഞ്ഞ ശ്രദ്ധിച്ചോ, അതിന്റെ 6-9 വായിച്ച് നിങ്ങൾ ചിന്തിക്കും ഇതൊരു പാപിയായ വ്യക്തിക്ക് അവൻ രക്ഷിക്കപ്പെടുമെന്ന്. എന്നാൽ അവിടെ അതിന്റെ 6-9 വാക്യം വായിച്ച് അവരോട് തന്നെ ദൈവവചനം പറയാ, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശം ആക്കുകയില്ല. ഇത് ക്ലിയർ ആയോ? ഈ പാർട്ട് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി വിശാലമായ വഴികളിലൂടെ ഒന്നും കേറിപ്പോകരുത്. ഇപ്പൊ യേശു പറഞ്ഞ വഴി ഏതാ? ഇടുക്ക് വഴി. അതിലൂടെ കയറാൻ എന്ത് വേണം? പോരാടണം. പലരും കടപ്പാൻ നോക്കും, കഴിയുക ഇല്ല താനും. ആമേൻ. 1 പത്രോസ് 4:18-19 കർത്താവ് പറയുക, ദൈവവചനം പറയുക, നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ നമ്മൾ പലരും ലോകത്തിൽ പോയിട്ട് എന്തോ ഈ വഴി എന്താക്കി മാറ്റുക? വിശാലായ വഴിയാക്കിയിട്ട് കേറിപ്പോകാനാക്കുക ചെയ്യല്ലേ. അപകടമാ, കള്ളപ്രവാചകനായി പിടിക്കപ്പെടും. ദൈവവചനം പറയാ, നീതിമാ പ്രയാസൻ രക്ഷപ്പെടുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങളുടെ ബൈബിളിൽ ഇതൊക്കെ ഉള്ളത് തന്നെയല്ലേ? അപ്പൊ നമ്മളിനി എന്ത് ചെയ്യണം? കഴിഞ്ഞ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു സഹോദരി കരഞ്ഞോണ്ടാ പോയി. എന്നാ പറഞ്ഞെന്നറിയാമോ? ഞാൻ ചിന്തിച്ചു, യേശുവിനെ കർത്താവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ക്രിസ്തയേശുവിലുള്ളവരായെന്ന്. ഇപ്പോഴാ വചനത്തിലൂടെ എനിക്ക് മനസ്സിലായ ആത്മാവിനനുസരിച്ച് നടക്കുന്നവരാ ക്രിസ്തയേശുവിലുള്ളവരെന്ന്. കരഞ്ഞോണ്ടാ പോണേ. കാരണം ആത്മാവിനനുസരിച്ച് നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, പഠിപ്പിക്കാൻ ആളുണ്ടായിട്ടില്ല. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. സ്വന്തം പ്രവൃത്തികൾ ചെയ്യുക. കർത്താവിന്റെ വചനം പറയാ, സ്വന്തം പ്രവൃത്തികളൊക്കെ കരിഞ്ഞു പോകും. ഹല്ലേലൂയ, ഗ്ലോറി. ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിച്ചാൽ മുന്നേറുവാനിടയാകണം. ഹല്ലേലൂയ. ധാരാളം പറയാനുണ്ട്, പക്ഷെ സമയം അതിക്രമിച്ചതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ കോളം കുത്തുന്നത് പോലെ കുത്തി അങ്ങ് പോവുക ചെയ്ത് നിങ്ങൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിൽ ശരണപ്പെട്ട് പണിയുക. നാളെയും ദൈവം അനുവദിക്കുന്നില്ല 1.5 മണിക്കൂർ തരുമെന്ന ദൈവദാസൻ പറഞ്ഞത്, ആമേൻ, ദൈവദാസൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ദൈവം നിങ്ങളോടൊക്കെ സംസാരിക്കുവാനായിട്ട് ഇടയാട്ടെ. ഇന്ന് സംസാരിച്ചത് നിങ്ങൾക്ക് പ്രയോജനകരമായോ? ഇപ്പൊ നിങ്ങൾ കേട്ടത് ജ്ഞാനമാണ്. നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ അത് വിവേകമായി. ആമേൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമില്ല. ഇനി ഒരു കാര്യം കൂടി ചെയ്യണം, ഇത് നിങ്ങൾക്ക് പരിജ്ഞാനമായി തീരണം. യു മസ്റ്റ് ആക്ട് ഓൺ ദിസ് വിസ്ഡം. ഈ ജ്ഞാനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കണം. ആമേൻ. എങ്കിലേ ഇത് നിങ്ങൾക്ക് ഗുണമായി തീരത്തുള്ളൂ. ഹല്ലേലൂയ. 4 കർത്താവ് വചനം വിതച്ചു, ഒരിടത്ത് മാത്രമേ അത് പ്രയോജനകരമായി തീർന്നുള്ളൂ. ആ ഒരു പ്രയോജനകരമായി തീർന്ന ഒരു നിലമായി തീരട്ടെ നിങ്ങൾ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. കേട്ട വചനം ദൈവസന്നിധിയിൽ പല കാര്യങ്ങൾ നാം കേൾക്കുവാനായിട്ട് ഇടയായി. എൻ്റർ ഇൻടു ദ കിങ്ഡം, ദൈവരാജ്യത്തിൽ കടക്കുക. യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞു തന്ന ദൈവത്തിന്റെ വചനം. നാം രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് മാത്രമേ ഈ ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. എന്നാൽ ദൈവരാജ്യത്തിൽ കടക്കുക എന്നുള്ളതാണ് യേശുവിന്റെ സന്ദേശം. അതിന്റെ ആദ്യ ഭാഗമാണ് രക്ഷിക്കപ്പെടുക. അത് സൗജന്യമാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ പ്രവർത്തനത്തിലൂടെ അത് ലഭിക്കപ്പെട്ടതാണ്. അത് സൗജന്യമാണ്.
എന്നാൽ ആലയത്തിലേക്ക്, സഭയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി തുടർന്ന് 21 ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകം, 22 കത്തികൾ തന്റെ ജീവിതത്തിൽ നിരന്തരം ഉപയോഗിച്ച്, സുവിശേഷം ഉപയോഗിച്ച് തന്റെ ഹൃദയം, ലോകത്തിന് അനുരൂപമായ ഹൃദയത്തെ തച്ചുടയ്ക്കുവാൻ തക്കവണ്ണമുള്ള ദൈവത്തിന്റെ പദ്ധതികളിലൂടെ കടന്നു പോകണം. അതത്രേ ഇടുക്ക് വഴി. എന്നാൽ നമ്മളുടെ ബലഹീനത നമുക്കതിലൂടെ പോകാൻ മനസ്സില്ല എന്നുള്ളതാണ്. ആരെങ്കിലും വിശാലമായത് കാണിച്ചു തന്നാൽ അതിലേക്ക് ചാടിക്കയറും. ഈ ലോകത്തെ അനുഭവിക്കുക, ലോകത്തിന്റെ ദൃഷ്ടിയിലേക്ക്, ലോകത്തിന്റെ ചിന്തയിലേക്ക് നോക്കുവാൻ ആ സന്ദേശങ്ങൾ കാരണമായി തീരും. എന്നാൽ യേശു നമ്മളോട് പറഞ്ഞു, നീ ലോകത്തിലേക്കല്ല, ദൈവരാജ്യം അന്വേഷിക്കുക. നശിച്ചുപോകുന്ന ഇവിടെയല്ല, നിത്യമായ സ്വർഗത്തിൽ നിന്റെ സമ്പാദ്യം ശേഖരിപ്പേ. കാരണം ഞാൻ നിങ്ങളിതാ മരണമില്ലാത്തവരാക്കുന്നു. ഇനി നിങ്ങൾക്ക് വേണ്ടത് മരണമുള്ള ഒരു ദേശമല്ല, മരണമില്ലാത്തൊരു ദേശമാണ്. അതിന്റെ പിതാവ് നിങ്ങൾക്ക് തരും. അതിനെന്റെ പിതാവ് ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നെ മരണമില്ലാത്തവനാക്കിയെങ്കിൽ പിതാവ് നിനക്ക് അവസാനമില്ലാത്ത രാജ്യം തരുവാൻ ആഗ്രഹിക്കുന്നു. ആ രാജ്യം സ്വീകരിക്കുവാൻ മക്കളെ നിങ്ങൾ തയ്യാറാവുക. ആ രാജ്യം തരണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു വില തരണം. ഞാൻ എന്റെ ജീവനെ നിങ്ങൾക്കായി കൊടുത്തു, നിങ്ങൾ നിങ്ങളുടെ ജീവനെ എനിക്കായി തരണം. ഞാൻ എന്റെ ജീവനെ നിങ്ങൾക്കായി കൊടുത്തു, നിങ്ങൾ നിങ്ങളുടെ ജീവനെ എനിക്കായി തരണം. ഇനി ശേഷിക്കുന്ന ജീവിതകാലം നീ എനിക്കായി ഉപയോഗിക്കണം. നിന്റെ സമയത്തെ നീ ഉദ്ധരിക്കണം. നിന്റെ സമയം ഇന്ന് ലോകം മോഷ്ടിച്ചിരിക്കുകയാ, ലോകത്തിന്റെ പ്രഭു മോഷ്ടിച്ചിരിക്കുക. അതിനെ ഉദ്ധരിക്കണം. ദൈവ ഇഷ്ടമെന്നത് നീ തിരിച്ചറിയണം. അത് നീ ചെയ്യണം. അതാണ് സ്വർഗരാജ്യത്തിൽ കടക്കുവാനുള്ള യോഗ്യത. എന്നെ കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്ന യാവനും അല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പ്രിയരെ, ഇന്ന് സിലബസ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയും മനസ്സിലാകാത്തവരെ പോലെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉറങ്ങുന്ന വ്യക്തിയായി, സമത്തേരിയിൽ ഉറങ്ങുന്ന വിശ്വാസിയായി തീരാതെ ഉണരുക. എങ്കിൽ ക്രിസ്തുവിന്റെ പ്രകാശം നിന്റെ മേൽ കടന്നു വരും. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. തന്റെ ആലോചനകൾ നിനക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് ജീവിക്കുവാൻ കഴിയും. ഇതാ കർത്താവെ, എന്നെ സമർപ്പിക്കുന്നു, എന്നെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഒരു ഹസ്ബൻഡിന് കർത്താവേ തന്റെ വൈഫ് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഇത് സഭയിലെ ആയിരിക്കുന്ന വ്യക്തിയായ ഞാൻ കാന്തനായ അങ്ങേക്ക് കീഴടങ്ങിയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഇനി എന്റെ ദർശനങ്ങളല്ല, എന്റെ ആഗ്രഹങ്ങളല്ല, എന്റെ ഇഷ്ടങ്ങളല്ല, കാന്തനായ യേശുവേ അങ്ങയുടെ ഇഷ്ടമാ, വധുവായ എന്റെയും ഇഷ്ടം. കാന്തനായ യേശുവേ അങ്ങയുടെ ദർശനമാ, വധുവായ എന്റെയും ദർശനം. ഇത് അതിനായി എന്നെ ഏൽപ്പിക്കുന്നു. സമർപ്പിക്കുന്ന വ്യക്തികൾക്കായി സ്തോത്രം. നിങ്ങളുടെ സകല ഭൗതിക കാര്യത്തിന്റെ മേലും നിങ്ങളുടെ കാന്തൻ ശ്രദ്ധ വയ്ക്കും. എന്നാൽ നിങ്ങൾ കാന്തന്റെ വിഷയത്തിൽ ശ്രദ്ധ വയ്ക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, എല്ലാവരും സ്വന്തം കാര്യം അത്രേ നോക്കുന്നത്, കാന്തന്റെ കാര്യം നോക്കുന്നവൻ ആരുമില്ല. എന്നാൽ നിങ്ങളെ ഇന്ന് കാണട്ടെ, എന്നെ ഇന്ന് കാണട്ടെ, കാന്തന്റെ കാര്യം നോക്കുന്നവനായി സ്വർഗം ഇന്ന് കാണുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ഹൃദയത്തെ തീരുമാനമെടുക്കുന്നവർ തങ്ങളുടെ ഇടതുകര നെഞ്ചോട് വെച്ച് വലതുകര സ്വർഗത്തിലേക്ക് ഉയർത്തി കാണിക്കുക. കാന്താ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ തയ്യാറാ. എന്റെ ജീവൻ തരുവാൻ ഞാൻ തയ്യാറാ. കർത്താവേ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ അങ്ങയുടെ മണവാട്ടിയാ. അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ തയ്യാറാ. എന്റെ സ്വപ്നങ്ങളെല്ലാം മരിക്കട്ടെ, അങ്ങയുടെ സ്വപ്നങ്ങൾ എന്നിൽ ജീവിക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്നിൽ ജീവിക്കട്ടെ. ഇനി എനിക്ക് വേണ്ടിയല്ല, അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇതാദ്യനായി എന്നെ ഏൽപ്പിക്കുന്നു. എന്നെ സ്വീകരിക്കണമേ. അനുസരണയുള്ള മണവാട്ടിയായി ഇതാ എന്നെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞാൻ പോയി അനേകരിലേക്ക് കർത്താവേ ഈ വചന സത്യം പകർന്നു കൊടുക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇതാ എന്നെ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ.